وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. അബൂ ജഅഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുബാറക്കായ അൽ അഖീദത്തുൽ തഹാവിയയിൽ ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് തുടർന്നുകൊണ്ട് അദ്ദേഹം പറയുന്നത് വനുഅ്മിനു ബിതുലൂഇ ശംസി മിൻ മഗ്രിബിഹാ വഖുറൂജി ദാബത്തിൽ അർളി മിൻ മൗളിഇഹാ. ഖിയാമത്ത് നാളിനോട് അടുത്ത സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിൻ്റെ സംവിധാനങ്ങൾ അത് മാറി മറിയുകയാണ്. ഈ ലോകം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവ് എന്നോണം ഇന്ന് കിഴക്ക് ഭാഗത്തിൽ നിന്ന് ഉദിക്കുന്ന ആ സൂര്യനെ ഒരു സുപ്രഭാതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ അസ്തമിക്കുന്ന ആ പ്രദേശത്ത് നിന്ന് ഉദിക്കാൻ അതിനോട് കൽപ്പിക്കും, ഈ സൂര്യനോട്. അങ്ങനെ അത് അസ്തമിക്കുന്ന അസ്തമാന സ്ഥലത്ത് നിന്ന് അത് ഉദിച്ച് പൊങ്ങും. ചില ഹദീസുകളിൽ വന്നത് സൂര്യൻ ഒരു ദിവസം അത് ഉദിച്ച് ഉച്ചയുടെ സമയമായതിൻ്റെ ശേഷം വീണ്ടും പിന്നീട് അത് മറയുകയും അത് അസ്തമാന സ്ഥലത്ത് നിന്ന് ഉദിച്ച് പൊങ്ങുകയും ചെയ്യുമെന്നുള്ളതൊക്കെ വന്നത് കാണാൻ കഴിയും. ഏതാണെങ്കിലും മഗ്രിബിൽ നിന്ന് അസ്തമിക്കുന്ന സ്ഥലത്ത് നിന്ന് അത് ഉദിക്കും. അതുവരെ അതിനുണ്ടായിരുന്ന സംവിധാനത്തിൽ പ്രത്യേകമായ ഒരു മാറ്റം അനുഭവപ്പെടുന്നു. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅ നമ്മളത് വിശ്വസിക്കുന്നു. അത് ഹക്കാണ്, അത് സിദ്ഖാണ്. പരിശുദ്ധ ഖുർആനിൽ കൂടെ അതിൻ്റെ മേൽ അറിയിക്കുന്ന ആയാത്തുകൾ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമയിൽ നിന്ന് പല രൂപത്തിലും ആ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് വിവരം നൽകിയതാണ്. സ്വഹീഹായ സ്വീകാര്യയോഗ്യമായ ഹദീസുകൾ അത് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ വഖുറൂജി ദാബത്തിൽ അർളി മിൻ മൗളിഇഹാ, അപരിചിതമായ ആളുകൾക്ക് മുമ്പ് കണ്ട് പരിചയമില്ലാത്ത രൂപത്തിൽ ഒരു ജീവി, ഒരു മൃഗം പുറപ്പെടുക എന്ന് പറയുന്നത്. അതും തന്നെ ശേഷം നമ്മൾ പറയുന്നുണ്ട് അത് ഏത് ഭാഗത്തിൽ നിന്നാണ് പുറപ്പെടുക, എങ്ങനെയൊക്കെയാണ് എന്നുള്ള ചില രൂപങ്ങൾ അതിനെക്കുറിച്ച് വന്നതുണ്ട്. സ്വഹാബികളിൽ നിന്ന് അതിനെക്കുറിച്ച് അതിൻ്റെ അടയാളം, ലക്ഷണം, നിറം പോലത്തെ അതിൻ്റെ വലുപ്പം പോലത്തെ കാര്യങ്ങൾ പലതും വന്നത് വേറെയുമുണ്ട്. ഏതാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനോട് കൽപ്പിച്ച അതിൻ്റെ സ്ഥലത്ത് നിന്ന് അത് പുറപ്പെടുക ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. ആളുകളോടത് സംസാരിക്കും. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് മുഅ്മിനാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു സീൽ അത് അവരുടെ മുഖത്ത് വെക്കും. കുഫാറുകളാണ് എന്നുണ്ടെങ്കിൽ അവരുടെ മുഖത്ത് കാഫിറാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് അറിയാവുന്ന നിലക്കുള്ളൊരു അടയാളം അത് വെക്കും. ആളുകളോട് സംസാരിക്കും. ഇന്ന ആൾ നീ മുഅ്മിനാണ്, സ്വർഗത്തിൻ്റെ അവകാശിയാണ്. ഇന്ന ആളുകളോട് നീ കാഫിറാണ്, നിങ്ങൾ കുഫാറുകളാണ്, നരകാവകാശികളാണ് എന്നൊക്കെ പറയുന്ന അടയാളപ്പെടുത്തുന്ന ഒരു ജീവി പുറപ്പെടും. അതിൻ്റെ മേൽ അറിയിക്കുന്ന ആയത്തുകളുണ്ട്. അതേപോലെ തന്നെ സ്വഹീഹായ ഹദീസുകളും വന്നത് നമുക്ക് കാണാൻ കഴിയും. അല്ലാമ സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ല ഈ ഭാഗം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ ചില കാര്യങ്ങൾ അശ്ശംസു മുസഖറത്തുൻ തജ്രി ബി അംരില്ലാ, സൂര്യൻ എന്ന് പറയുന്ന ഈ ലോകം മുഴുവൻ കത്തിപ്രകാശിക്കുന്ന മനുഷ്യർക്ക് എത്തിപ്പെടാൻ കഴിയാത്ത നിലക്കുള്ള അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു സൃഷ്ടിയായ സൂര്യൻ, അത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് അത് സഞ്ചരിക്കുന്നത്. അള്ളാഹു അതിനോട് കൽപ്പിച്ചതുപോലെയാണ് അത് ഈ ലോകത്ത് പ്രകാശിച്ചുകൊണ്ട് വരുന്നത്, പോകുന്നത്. അത് കിഴക്ക് നിന്ന് ഉദിച്ചുകൊണ്ടാണ് സാധാരണ പുറപ്പെടുന്നത്. മഗ്രിബിൽ അസ്തമാന സ്ഥലത്ത് ചെന്ന് അത് അസ്തമിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഖിയാമത്ത് നാളിൻ്റെ അടുത്ത സമയം, ഈ ലോകം അവസാനിക്കുന്ന അടുത്ത സമയമായാൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനോട് അസ്തമാന സ്ഥലത്ത് നിന്ന് തന്നെ ഉദിച്ചു പൊങ്ങാൻ വേണ്ടി കൽപ്പിക്കും. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം കൃത്യമായി അത് സഞ്ചരിക്കുന്നത് പോലെ ആ കൽപ്പന അനുസരിച്ചുകൊണ്ട് മഗ്രിബിൽ നിന്ന് അസ്തമാന സ്ഥലത്ത് നിന്ന് അത് ഉദിച്ച് പൊങ്ങുകയും ചെയ്യും. ദീനിന്റെ വിരോധികളായ ആളുകൾ, മതനിഷേധികളായ ജുഹാരികൾ, വിഡ്ഢികൾ, അവർ പറയുന്നത് പോലെ ഈ പറയുന്നതൊക്കെ ഇതിനൊന്നും ഒരു നിയന്ത്രണവും ഇതിന്റെ പിന്നിലൊന്നും ഒരു ശക്തിയും ഒരു സൃഷ്ടാവുമില്ലാതെ തന്നാലുണ്ടായതോ അതല്ലെങ്കിൽ അതൊക്കെ തന്നാലെ പ്രകൃതിദത്തമായി കൊണ്ട് നടന്നു പോകുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇതിന്റെ പിന്നിലൊക്കെ ഉന്നതനായ അള്ളാഹുവിൻ്റെ കരങ്ങളുണ്ട്, അവൻ്റെ തദ്ബീറും നിയന്ത്രണങ്ങളുമുണ്ട്. അവൻ്റെ കൽപ്പനക്കനുസരിച്ചാണ് ഈ പറയുന്ന വലിയ വലിയ ഈ സൃഷ്ടികൾ ചെറുതും മുഴുവനും അത് ഈ ലോകത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, പോയിക്കൊണ്ടിരിക്കുന്നത്. വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും. അള്ളാഹുവിൻ്റെ മഖ്ലൂഖാത്തുകൾ മുഴുവനും അവനെ പ്രകീർത്തിച്ചുകൊണ്ടും പരിശുദ്ധരാക്കിക്കൊണ്ടുമാണ് ഈ ലോകത്ത് അതൊക്കെ നടന്നു പോകുന്നത്, കഴിഞ്ഞു പോകുന്നത്. നമുക്കതിൻ്റെ തസ്ബീഹുകളും അള്ളാഹുവിനെക്കുറിച്ചുള്ള അവരുടെ ഈ ആദരവുകളും കാര്യങ്ങളും നമുക്ക് അറിയുന്നില്ല, മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. മറ്റു ചില ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഈ ലോകത്തുള്ള എല്ലാ സൃഷ്ടികളും അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ട് വഴങ്ങിക്കൊണ്ടാണ് ജീവിക്കുന്നത്. മനുഷ്യരിൽപ്പെട്ട കുറച്ച് അല്പം കുഫാറുകളല്ലാതെ ഈ ലോകത്ത് കണ്ടുകാണുന്ന സകല സൃഷ്ടികളും ചെറുതും വലുതുമായ ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും സകലമാന സൃഷ്ടികളും അള്ളാഹുവിനെ സുജൂദ് ചെയ്തുകൊണ്ട് അവന് വഴങ്ങിക്കൊണ്ട് അവന് ത്വാഅത്ത് ചെയ്തുകൊണ്ട് ആണ് ഈ ലോകത്ത് കഴിഞ്ഞുകൂടുന്നത്. സ്വൽപ്പം കുറച്ച് കുഫാറുകൾ, ദുഷ്ടരായ, നിന്ദ്യരായ, നീചരായ ആളുകൾ മാത്രമേ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് അവൻ്റെ ഈ മലക്കൂത്തിൽ അള്ളാഹുവിൻ്റെ ഈ ലോകത്ത് ജീവിക്കുന്നുള്ളൂ. നന്ദി കെട്ടവരായി അല്പം മാത്രമേ ഉള്ളൂ. അല്പം സൃഷ്ടികൾ, ഈ കുഫാറുകൾ മാത്രമേ ഉള്ളൂ. അതാണ് യഥാർത്ഥത്തിൽ സത്യം. അതാണ് ഖിയാമത്ത് നാളിൻ്റെ അടയാളമായി കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്രിബിൽ നിന്ന് ഉദിച്ചു പൊങ്ങാൻ വേണ്ടി ഈ സൂര്യനോട് കൽപ്പിക്കുന്നു. അതിൻ്റെ ശേഷം പിന്നെ പശ്ചാത്തപിച്ച് മടങ്ങുന്ന ആളുകളുടെ തൗബ അല്ലാഹു സ്വീകരിക്കുകയില്ല. ഒരാള് തെറ്റ് ചെയ്ത് തൗബ ചെയ്ത് പശ്ചാത്തപിച്ചാൽ ഒന്നിരിക്കൽ അവൻ്റെ റൂഹ് അവൻ്റെ തൊണ്ടക്കുഴിയിൽ എത്തുന്നതിൻ്റെ മുമ്പ്, അതല്ലെങ്കിൽ സൂര്യൻ പടിഞ്ഞാറുനിന്ന് ഉദിക്കുന്നതിൻ്റെ മുമ്പായിരിക്കണം അവൻ്റെ പശ്ചാത്താപം, അവൻ്റെ തൗബ. ആ പറയുന്ന ഏതെങ്കിലും ഒരു സമയത്തിൽ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് അവൻ്റെ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തിയതിൻ്റെ ശേഷമുള്ള തൗബ സ്വീകരിക്കപ്പെടുകയില്ല. അതേപോലെ സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിച്ചതിൻ്റെ ശേഷം ഈ ലോകത്ത് പിന്നെ മറ്റൊരാളുടെ സൽക്കർമ്മങ്ങളോ തൗബയോ സ്വീകരിക്കപ്പെടുകയില്ല. അതുവരെ ചെയ്ത കാര്യങ്ങളല്ലാതെ പിന്നീട് ഒരു നല്ല കാര്യം ചെയ്യലോ പശ്ചാത്തപിച്ച് മടങ്ങലോ വിശ്വസിക്കലോ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല, പരിഗണിക്കുകയില്ല. وَإِذَا وَقَعَ الْقَوْلُ عَلَيْهِمْ أَخْرَجْنَا لَهُمْ دَابَّةً مِنَ الْأَرْضِ تُكَلِّمُهُم. ദാബത്തുൽ അർദിനെ കുറിച്ച് പറഞ്ഞ ആയത്ത്, അതിന്റെ മുമ്പ് ഹൽ യൻദുറൂന ഇല്ലാ അൻ തഅതിയഹുൽ മലായിക, ആളുകൾ അവർ പ്രതീക്ഷിക്കുന്നത് മലക്കുകൾ അവർക്ക് വരിക എന്നുള്ളതിനെയാണ്. ഖിയാമത്ത് നാളിൽ 7 ആകാശത്തിലുമുള്ള മലക്കുകൾ ഒന്നിന്റെ പിറകെ ഒന്നായിക്കൊണ്ട് മഹ്ശറാ ഭൂമിയിൽ, ഷാം എന്ന് പറയുന്ന പ്രദേശത്താണ് മഹ്ശറാ ഭൂമി. ഷാം എന്ന് പറയുന്ന ഫലസ്തീന്, സിറിയ, ലബനാന് പോലത്തെ ആ രാജ്യങ്ങൾ ഉൾക്കൊണ്ട അതാണ് ഷാം എന്ന് പറയുന്ന പ്രദേശം. അതാണ് അർളുൽ മഹ്ശർ എന്ന് സഹിഹായ ഹദീസുകളിൽ വന്നത് കാണാൻ കഴിയും. ആ പറയുന്ന മഹ്ശറ ഭൂമിയിലേക്ക് ആകാശത്തിലുള്ള മലക്കുകൾ, ഓരോ ആകാശത്തിലുള്ള മലക്കുകളും ഇറങ്ങി വരും. അതാണോ അവർ പ്രതീക്ഷിക്കുന്നത്? ഔ യഅ്തിയ റബ്ബുക, അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളുടെ വിധി കൽപ്പിക്കാൻ വേണ്ടി ഇറങ്ങി വരുന്ന അതിനെയാണോ അവർ പ്രതീക്ഷിക്കുന്നത്? ഔ യഅ്തിയ ബഅദു ആയാതി റബ്ബിക്, അതല്ലെങ്കിൽ പ്രവാചകരെ നിങ്ങളുടെ റബ്ബിന്റെ ചില ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വരുന്നതിനെയാണോ അവർ കാത്തു നിൽക്കുന്നത്? ആ പറയുന്ന അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ബഅദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂര്യൻ പടിഞ്ഞാറുന്ന് ഉദിക്കലാണ് എന്ന് മുഫസ്സിരീങ്ങൾ അത് രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. യൗമ യഅ്തി ബഅദു ആയാതി റബ്ബിക്, നിങ്ങളുടെ റബ്ബിന്റെ ചില ദൃഷ്ടാന്തങ്ങൾ, സൂര്യൻ പടിഞ്ഞാറുന്ന് ഉദിക്കുക, ദാബത്തുൽ അർളി എന്ന് പറയുന്ന ആ മൃഗം പുറപ്പെടുക പോലത്തെ ഈ ദൃഷ്ടാന്തങ്ങൾ വന്നു കഴിഞ്ഞാൽ യൗമ യഅ്തി ബഅദു ആയാതി റബ്ബിക ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ ലം തകുൻ ആമനത് മിൻ ഖബൽ, അതിന്റെ മുമ്പ് വിശ്വസിക്കാത്ത ആളുകളുടെ ഈമാൻ പിന്നെ അന്ന് അവർക്ക് ഉപകാരപ്പെടൂല. ഈ പറയുന്ന ദൃഷ്ടാന്തങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പേടിച്ച് സംവിധാനങ്ങൾ മാറി മറിയുന്നുണ്ട്, എന്തോ വരാനിരിക്കുന്നുണ്ട് എന്ന് ആളുകൾക്ക് മനസ്സിലാവുകയും അവർ വിശ്വസിക്കാൻ തയ്യാറാകും. പക്ഷെ അതവരും സ്വീകരിക്കപ്പെടുകയില്ല, അതവർക്ക് ഉപകാരപ്പെടുകയില്ല.
ഔ കസബത് ഫീ ഈമാനിഹാ ഖൈറാ ഔ കസബത് അല്ലദീന ആമനു മിൻ ഖബ്ൽ ഔ കസബത് ഫീ ഈമാനിഹാ ഖൈറൻ, അവരുടെ ഈമാനിൽ വിശ്വാസപരമായ കാര്യങ്ങളിൽ സൽക്കർമ്മങ്ങളിൽ പിന്നെ എന്തെങ്കിലും നന്മ കൂട്ടിയാൽ അത് സ്വീകരിക്കപ്പെടുകയില്ല. അതാണോ ആളുകൾ പ്രതീക്ഷിക്കുന്നത്? ഇന്നാ മുൻതളിറൂൻ, നമ്മളും ഇതൊക്കെ കാത്തു നിൽക്കുന്നവരാണ് എന്ന ശക്തമായ അള്ളാഹുവിന്റെ താക്കീത് ആ ആയത്തിൽ ഈ പറയുന്ന സൂര്യൻ മഗ്‌റിബിൽ നിന്ന് പടിഞ്ഞാറുന്ന് ഉദിക്കുന്നതിനെ കുറിച്ചാണ് എന്ന് മുഫസ്സിരീങ്ങൾ പലരും അത് രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹീഹായ ധാരാളം ഹദീസുകൾ പല രൂപേണ ഈ പറയുന്ന കാര്യങ്ങളെ പരാമർശിച്ചുകൊണ്ട് വന്നത് നമുക്ക് കാണാൻ കഴിയും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ലാ തഖൂമു സ്സാഅതു ഹത്താ തത്ലുഅ അശ്-ശംസു മിൻ മഗ്‌രിബിഹാ, സൂര്യൻ പടിഞ്ഞാറുന്ന് ഉദിക്കുന്നതുവരെ ഖിയാമത്ത് നാൾ നിലനിൽക്കുകയില്ല. ഖിയാമത്ത് നാളിന്റെ മുമ്പ് അങ്ങനെ ഒരു അടയാളം അത് പ്രത്യക്ഷപ്പെടും. ഫഇദാ ത്വലഅത് ഫറആഹ അന്നാസ്, അങ്ങനെ സൂര്യൻ അവിടെ വെച്ച് ഉദിക്കുകയും ആളുകളെ ദൃഷ്ടിയിൽ അവർ പെടുകയും കാണുകയും ചെയ്താൽ ആമനു അജ്മഊൻ, എല്ലാവരും വിശ്വസിക്കാൻ തയ്യാറാകും. പക്ഷേ ഫദാലിക ഹീന ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ ലം തകുൻ ആമനത് മിൻ ഖബ്ൽ ഔ കസബത് ഫീ ഈമാനിഹാ ഖൈറ, ആ സമയത്ത് അതിന്റെ മുമ്പ് വിശ്വസിക്കാത്ത ആളുകൾക്ക് അത് ഫലം ചെയ്യൂല. മുമ്പ് സൽക്കർമ്മങ്ങൾ ചെയ്യാതെ മുന്നേറാത്ത ആളുകൾക്ക് ആ സമയത്തുള്ള അവരുടെ പ്രവർത്തനങ്ങൾ അവർക്ക് ഫലം ചെയ്യുകയില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാൾ വരുന്ന ആ രംഗം, അതിന്റെ വേഗത, അതിന്റെ ഒരു കടുപ്പം, അതിനെക്കുറിച്ച് പറയാൻ വല തഖൂമന്ന സാഅതു, നിശ്ചയം ഖിയാമത്ത് നാൾ നിൽക്കുക. വഖദ് നശറ റജുലാനി സൗബഹുമാ ബൈനഹുമാ, രണ്ടാളുകൾ അവരുടെ വസ്ത്രം ഒരാൾ വിൽക്കാനും മറ്റാൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പരത്തി നിർത്തി വെച്ചിട്ടുണ്ടാകും. ഫലാ യതബായആനിഹി വലാ യത്വിയാനിഹി, ആ വസ്ത്രം അവര് അത് വിറ്റ് കച്ചവടം മുറിയൂല, എന്നാൽ അത് വേണ്ട എന്ന് പറഞ്ഞ് അതല്ലെങ്കിൽ വാങ്ങി അത് മടക്കി ചുരുട്ടി വെക്കൂൽ. അതിൻ്റെ ഇടയിൽ കണ്ണ് ചിമ്മി തുറക്കുന്ന ആ വേഗതയിൽ നൊടിയിടയിൽ ഈ പറയുന്ന ഖിയാമത്ത് സംഭവിക്കും എന്നുള്ളതിന്റെ മേലുള്ള സൂചന. വല തഖൂമന്ന സാഅതു, അതേപോലെ ഖിയാമത്ത് നാൾ നിൽക്കുക. വഖദിൻ സറഫ റജുലു ബിലബനി ലിഖഹതിഹി, ഒരാൾ അവന്റെ മൃഗത്തിന്റെ അകിട്ടിൽ നിന്ന് പാല് കറന്നിട്ടിങ്ങട്ട് പിരിഞ്ഞിട്ടുണ്ടാകും. ഫലാ യത്അമുഹു, അവനത് കഴിച്ചിട്ടുണ്ടാകൂല. അതിന്റെ ഇടയിൽ ഖിയാമത്ത് നാൾ നിൽക്കും. വല തഖൂമന്ന സാഅതു വഹുവ യലീതു ഹൗളഹു ഫലാ യസ്ഖി ഫീഹി, ഒരു മനുഷ്യൻ അവന്റെ മൃഗത്തിനെ കുടിപ്പിക്കാനുള്ള ഹൗള്, തടാകം അതൊക്കെ വൃത്തിയാക്കി അതിന്റെ പോരായ്മകളും കേടുപാടുകളൊക്കെ തീർത്ത് വൃത്തിയാക്കിയിട്ടുണ്ടാകും. മൃഗത്തിനതിൽ വെള്ളം നിറച്ച് കുടിപ്പിച്ചിട്ടുണ്ടാവുകയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഖിയാമത്ത് നാൾ നിൽക്കും. വല തഖൂമന്ന സാഅതു വഖദ് റഫഅ അകലതഹു ഇലാ ഫീഹി ഫലാ യത്അമുഹാ, ഒരാൾ ഭക്ഷണം കഴിക്കാൻ അവന്റെ തളികയിൽ നിന്ന്, പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം അവൻ കയ്യിൽ ഉയർത്തിയിട്ടുണ്ടാകും, വായിലേക്ക് അത് വെച്ചിട്ടുണ്ടാവുകയില്ല. അതിൻ്റെ ഇടയ്ക്ക് ആ ഖിയാമത്ത് നാൾ നിൽക്കും. പെട്ടെന്ന് ആ ഖിയാമത്ത് നാൾ ബഗ്തത്തൻ എന്നാണ് അതിനെക്കുറിച്ച് അള്ളാഹു പരാമർശിച്ച വാക്ക്. നൊടിയിടയിൽ പെട്ടെന്ന് അത് സംഭവിക്കും എന്നുള്ളതാണ്. മറ്റൊരു ഹദീസിൽ ഇമാം മുസ്ലിം റഹിമഹുള്ള പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ താബ ഖബല അൻ തത്ലുഅ അശ്-ശംസു മിൻ മഗ്രിബിഹാ താബല്ലാഹു അലൈഹി, സൂര്യൻ പടിഞ്ഞാറുന്ന് ഉദിക്കുന്നതിന്റെ മുമ്പ് ഒരാൾ പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അള്ളാഹു അവന്റെ തൗബ സ്വീകരിക്കും. അതിന്റെ ശേഷം അതിന് പ്രസക്തിയില്ല, സ്വീകരിക്കപ്പെടുകയില്ല എന്ന് ഇമാം മുസ്ലിം റഹ്മഹുല്ല പറഞ്ഞ മറ്റൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അബൂ മൂസ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത്, ഇന്നല്ലാഹ അസ്സ വജല്ല യബ്സുതു യദഹു ബില്ലൈലി ലിയതൂബ മുസീഉൻ നഹാർ, അള്ളാഹു അവന്റെ അടിമകളിലേക്ക് അവന്റെ കൈ നീട്ടിക്കൊണ്ടിരിക്കുന്നു, സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട്. പകൽ സമയത്ത് തെറ്റ് ചെയ്ത ആളുകൾ പശ്ചാത്തപിച്ച് അവരുടെ പശ്ചാത്താപം സ്വീകരിക്കാൻ വേണ്ടി രാത്രി സമയം അള്ളാഹു തയ്യാറായി നിൽക്കുന്നു. വയബ്സുതു യദഹു ബിന്നഹാരി ലിയതൂബ മുസീഉൽ ലൈൽ, അതേപോലെ രാത്രി തെറ്റ് ചെയ്ത ആളുകൾ പശ്ചാത്തപിച്ച് മടങ്ങാൻ പകല് അവരതിലേക്ക് ആ തെറ്റിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ സ്വീകരിക്കാൻ തയ്യാറായി അള്ളാഹുവിന്റെ കൈ നീട്ടിക്കൊണ്ടിരിക്കുന്നു. ഹത്താ തത്ലുഅ അശ്-ശംസു മിൻ മഗ്രിബിഹാ, സൂര്യൻ പടിഞ്ഞാറുന്ന് ഉദിക്കുന്നത് വരെ. അതിന്റെ ശേഷം പിന്നെ അതിന് പ്രസക്തിയില്ല എന്നുള്ളത്. അതേപോലെ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, മറ്റു ചില റിവായത്തുകളിലുണ്ട് മഗ്രിബ് ബാങ്ക് കൊടുക്കുന്ന സമയത്താണ് പള്ളിയിൽ കടന്നു വന്ന അബൂദർ റളിയല്ലാഹു അൻഹു, മറ്റു സ്വഹാബികളും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ പ്രവാചകൻ ചോദിച്ചു, അതദ്റൂന അയ്ന തദ്ഹബു ഹാദിഹി ശംസ്, സൂര്യൻ ഇപ്പം അസ്തമിച്ചിട്ട് എങ്ങോട്ടാണത് പോകുന്നത് നിങ്ങൾക്കറിയുമോ?
അവർ പറഞ്ഞു അല്ലാഹു വ റസൂലുഹു അഅലം, അല്ലാഹുവിനും അവന്റെ റസൂലിനെ അതറിയുള്ളൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്ന ഹാദിഹി തജ്രി, ഈ സൂര്യൻ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹത്താ തൻതഹിയ ഇലാ മുസ്തഖർരിഹാ തഹ്തൽ അർഷ്, അർഷിന്റെ താഴ്ഭാഗത്ത് അതിന് ചെന്ന് വസിക്കാൻ, ചെന്ന് സ്ഥിരപ്പെട്ട് അവിടെ നിൽക്കാനുള്ള ഒരു പ്രദേശം, സ്ഥലം അള്ളാഹു നിശ്ചയിച്ച അവിടെ ചെന്ന് എത്തുന്നത് വരെ. ഫതഖിറു സാജിദൻ, അങ്ങനെ അവിടെ ചെന്ന് അള്ളാഹുവിന് സുജൂദലായിക്കൊണ്ട് ആ സൂര്യൻ വീണുകിടക്കും. ഫലാ തസാലു കദാലിക ഹത്താ യുഖാല ലഹ, അങ്ങനെ സുജൂദിലായിട്ട് കിടക്കുമ്പോൾ അതിനോട് പറയപ്പെടും ഇർതഫിഇ, ഉയരേ എന്ന് പറയും. ഇർജിഇ മിൻ ഹൈതു ജിഅതി, എവിടെ നിന്നാണോ നീ ആരംഭിച്ചത് വന്നത് അങ്ങോട്ടേക്ക് മടങ്ങിപ്പോയിട്ട് വീണ്ടും അവിടെ നിന്ന് ഉദിക്കാൻ വേണ്ടി മശ്രിഖിലേക്ക് മടങ്ങാൻ വേണ്ടി പറയും. അപ്പൊ അത് മടങ്ങിപ്പോയിട്ട് ഫതുസ്ബിഹു ത്വാലിഅതൻ മിൻ മത്ലഇഹാ, അത് ഉദിക്കുന്ന കിഴക്ക് ഭാഗത്ത് വെച്ച് അത് ഉദിക്കുന്നതായിട്ട് പ്രഭാത സമയത്ത് വരും. തുമ്മ തജ്രി ഹത്താ തൻതഹി ഇലാ മുസ്തഖർരിഹാ തഹ്തൽ അർശ്, വീണ്ടും ഇത് ഓരോ ദിവസങ്ങളിലും ഫതജിദു ഫതഖിറു സാജിദൻ, അങ്ങനെ സുജൂദിലായിട്ട് വീഴും. അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് ഉയരാനും വീണ്ടും ആ ഉദിച്ച സ്ഥലത്ത് വെച്ച് വീണ്ടും ഉദിക്കാനും സമ്മതം നൽകപ്പെടുമ്പോൾ അത് വീണ്ടും മടങ്ങി അവിടെ വെച്ച് ഉദിക്കും. അങ്ങനെ തുമ്മ തജ്രി ലാ യസ്തൻകിറു നാസു മിൻഹാ ശൈഅൻ, അങ്ങനെ സഞ്ചരിക്കും ആളുകൾക്ക് പുതുമയായിട്ടൊന്നുമില്ല, ദിനം പ്രതി നടക്കുന്ന കാര്യമാണ്. ഇത് മഹാ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. സൃഷ്ടികളായ നമുക്ക് ഒരുപാട് നിഅമത്തുകളും ഖൈറാത്തുകളും സൂര്യനിലും അതിന്റെ സഞ്ചാരത്തിലും അതിന്റെ പ്രകാശത്തിലും ആ ഒരു സംവിധാനത്തിലും ഉണ്ട് താനും. പക്ഷെ ആളുകൾ അതൊന്നും അതിൽ ദൃഷ്ടാന്തങ്ങളോ നന്ദിയോ പറയത്തക്കൾക്ക് പ്രകടിപ്പിക്കാതെ അതങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഹത്താ തൻതഹിയ ഇലാ മുസ്തഖർരിഹാ ദാക തഹ്തൽ അർശ്, അത് അർശിന്റെ താഴ്ഭാഗത്ത് പോയി സ്ഥിരമായതിന്റെ ശേഷം അതിനോട് പറയും ഇർതഫിഇ, ഉയരേ എന്ന് പറയും. അസ്ബിഹി മിൻ മഗ്രിബിക്കി എന്ന് പറയും, എവിടെ വെച്ചാണോ നീ അസ്തമിച്ചത് അവിടെ വെച്ച് നീ രാവിലെ സമയത്ത് ഉയർന്നു പൊങ്ങേ എന്ന് പറയും. അപ്പോൾ ഫതുസ്ബിഹു ത്വാലിഅതൻ മിൻ മഗ്രിബിഹാ, അത് അസ്തമിച്ച ആ സ്ഥലത്ത് വെച്ച് ഉദിച്ചു പൊങ്ങും ഖിയാമത്ത് നാളിന്റെ ഈ അടയാളമായിക്കൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞു. ആ സമയത്ത് ദാക ഹീന ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ ലം തകുൻ ആമനത് മിൻ ഖബൽ, മുമ്പ് വിശ്വസിക്കാത്ത ആളുകൾക്ക് അവരുടെ ഈമാൻ ആ സമയത്ത് പിന്നെ ഫലം ചെയ്യുകയില്ല. ആ പറയുന്ന ദൃഷ്ടാന്തം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികൾക്ക് കാണിച്ചു കൊടുത്ത് അതുവരെ അവസരം കൊടുത്തതിന്റെ ശേഷം അതിന്റെ ശേഷം പിന്നെ അള്ളാഹു അവന്റെ ഈ അവസരം, സൃഷ്ടികൾക്ക് കൊടുത്ത അവസരം അത് നിർത്തിവെക്കും. ഇത് തന്നെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് റിപ്പോർട്ട് ചെയ്തത് മറ്റു ചില വാക്കുകളിൽ ചില വ്യത്യാസങ്ങളോട് കൂടെയാണ്. അതിൽ പറയുന്നത് ഫഇന്നഹാ തദ്ഹബു തസ്തഅദിനു ഫി സുജൂദ്, അള്ളാഹുവിനോട് സുജൂദ് ചെയ്യാൻ പോലും സമ്മതം ചോദിക്കും, അപ്പൊ അതിന് അനുവാദം കൊടുക്കും. അങ്ങനെ അതിന്റെ ശേഷം അതിനോട് പറയപ്പെടും ഇർജിഇ മിൻ ഹൈതു ജിഅതി, വന്ന സ്ഥലത്തേക്ക് തന്നെ മടങ്ങിപ്പോ. അപ്പൊ അത് ഫതത്ലുഉ മിൻ മഗ്രിബിഹാ, വന്ന സ്ഥലം എന്ന് പറയുന്നത് അതിന്റെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ്. ആ ഭാഗത്തിലേക്ക് മടങ്ങിപ്പോകാൻ വേണ്ടി പറയുമ്പോൾ അവിടെ വെച്ച് അത് ഉദിക്കും. തുമ്മ ഖറഅ ദാലിക മുസ്തഖറുൻ ലഹാ ഫി ഖിറാഅത്തി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു വശംസു തജ്രി ലി മുസ്തഖറിൻ എന്ന് പറയുന്ന ഭാഗത്ത് ദാലിക മുസ്തഖറുൻ ലഹാ എന്ന് പറയുന്ന ഒരു ഖിറാഅത്തിന്റെ അദ്ദേഹത്തിന്റെ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അങ്ങനെയാണ് അവിടെ പാരായണം ചെയ്തത്. അതാണ് അതിന് ചെന്ന് അവസാനിക്കാനുള്ള സ്ഥലം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ ആ സംഭവം അതാണ് എന്ന് പറഞ്ഞു. ഏതാണെങ്കിലും ഇതൊക്കെ ആയത്തുകളിൽ കൂടെ ഹദീസുകൾ കൂടെ വന്നതുപോലെ നമ്മൾ മനസ്സിലാക്കുക. എന്താണ് ഇതിന്റെ കൃത്യമായ അതിന്റെ കാര്യങ്ങളിൽ നമുക്ക് കണിശമായ നിലക്കുള്ള വിവരങ്ങളില്ലെങ്കിലും അള്ളാഹുവിന്റെ ഈ വലിയ ദൃഷ്ടാന്തങ്ങൾ, ഇത്ര വലിയ ഒരു സൃഷ്ടി, അതിനീ പറയുന്ന മാറ്റങ്ങൾ, സംവിധാനങ്ങൾ ഉണ്ടാകും. അതിന്റെ ശേഷം പിന്നെ സൽക്കർമ്മങ്ങൾക്ക് പ്രസക്തി ഉണ്ടാവുകയില്ല, പശ്ചാത്താപം സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പറയുമ്പോൾ മുഅ്മിനീങ്ങളായ ആളുകൾ കാര്യങ്ങൾ എത്രയും വേഗത്തിൽ കൃത്യമായി ചെയ്ത് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ, അതിലുള്ള വഴികൾ അത് എന്താണെന്ന് അന്വേഷിച്ച് മുന്നേറുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രോത്സാഹനമായി കൊണ്ട് 6 കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്നതിന്റെ മുമ്പ് സൽക്കർമ്മങ്ങളുമായി നിങ്ങൾ മുന്നേറണമെന്ന് പറഞ്ഞ ഹദീസുകളൊക്കെ വന്നത് നമുക്ക് കാണാൻ കഴിയുകയും ചെയ്യും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഹുദൈഫത്ത് ബിൻ ഉസൈദുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയാണ്, ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്തേ, ഇത്തലഅ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുത്തേക്ക് പ്രത്യക്ഷപ്പെട്ടു. വനഹനു നതദാക്കറു, ഞങ്ങൾ പല കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചോദിച്ചു, മാ തദാക്കറൂൻ, നിങ്ങൾ എന്താണ് ചർച്ച ചെയ്യുന്നത്? നമ്മുടെ ചർച്ച ദുന്യവിയായ പല കാര്യങ്ങളിലുമാകാനാണ് പലപ്പോഴും സാധ്യതയുള്ളത്. അവർ പറഞ്ഞു, നദ്കുറു അസ്സാഅത, ഖിയാമത്ത് നാളിനെ കുറിച്ചാണ് ഞങ്ങളുടെ ചർച്ച, അതിനെക്കുറിച്ചാണ് നമ്മുടെ സംസാരം. അന്നത്തെ ഭയങ്കരങ്ങൾ,
അവിടെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ പോലത്തെ കാര്യങ്ങൾ. അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹാ ലൻ തഖൂമ ഹത്താ തറൗന ഖബ്ലഹ 10 ആയാത്തിൻ. ഖിയാമത്ത് നാള് അത് വരുന്നതിന്റെ മുമ്പ് 10 ദൃഷ്ടാന്തങ്ങൾ, പ്രധാനപ്പെട്ട വലിയ 10 ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾ കാണുന്നത് വരെ ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല. അങ്ങനെ പറഞ്ഞു. ഫദക്കറ ദജ്ജാൽ, ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ദർസുകളിൽ വെച്ച് പറഞ്ഞു പോയ. പിന്നെ ഒരു ദുഖാൻ, ഒരു പുകയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് എപ്പോഴാണ് വരിക? ഏറ്റവും ആദ്യ സമയത്താണോ, ദജ്ജാൽ വരുന്നതിന്റെ മുമ്പാണോ ശേഷമാണോ എന്നൊക്കെ ഉലമാക്കൾ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ദാബത്തുൽ അർദിനെ കുറിച്ച് പറഞ്ഞു. വതുലൂഅ അശ്ശംസി മിൻ മഗ്രിബിഹാ, സൂര്യൻ അതിന്റെ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. വനുസൂൽ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ ഇറങ്ങിവരൽ. യഅജൂജ് മഅജൂജ് വസലാസത്തു ഖുസൂഫിൻ, ഭൂമിയിൽ 3 സ്ഥലങ്ങളിൽ ആ ഭൂമിയിലേക്ക് ആളുകൾ താഴ്ത്തിക്കളയുന്ന, ഭൂമി പിടിച്ചു വിഴുങ്ങുക എന്നുള്ള രൂപത്തിലൊക്കെ നമ്മൾ പറയുന്നത് പോലെ. ഒന്ന് ഖസ്ഫുൻ ബിൽ മശ്രിഖ്, കിഴക്ക് ഭാഗത്ത്, ഭൂമിയുടെ മശ്രിഖിന്റെ ഭാഗത്ത്. മറ്റൊന്ന് ഖസ്ഫുൻ ബിൽ മഗ്രിബ്, അതിന്റെ പടിഞ്ഞാറ് ഭാഗത്ത്, സൂര്യൻ അസ്തമിക്കുന്ന ആ പ്രദേശത്ത്. ഖസ്ഫുൻ ബി ജസീറത്തിൽ അറബി, അതേപോലെ തന്നെ അറേബ്യൻ ഉപദ്വീപിൽ ഒരു ഖസ്ഫുണ്ടാകും. ഈ പറയുന്നത് ഒറ്റപ്പെട്ട ആളുകളോ 1-2 ആളുകളല്ല, ജനങ്ങൾക്ക് സംസാരിക്കാനും പറയാനും ചർച്ച ചെയ്യാനും മാത്രമുള്ള വലിയ നിലക്കുള്ള ഖസ്ഫുകളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വആഖിറു ദാലിക നാറുൻ തഖ്റുജു മിനൽ യമൻ, അങ്ങനെ പിന്നെ അതിന്റെ അവസാനം ലക്ഷണങ്ങൾ തെളിവന്നോണം യമനിൽ നിന്നുള്ള അദൻ എന്ന് പറയുന്ന ആ പ്രദേശത്തിന്റെ അവസാന ഭാഗത്തിൽ നിന്നൊരു തീ പുറപ്പെടും. ആ തീയാണ് പിന്നെ ആളുകളെ മഹ്ശറയിലേക്ക് തൊളിച്ചു കൊണ്ടുപോവുക എന്ന് പറയുന്ന ഹദീസിൽ അതിൽ വന്നത് കാണാൻ കഴിയും. മറ്റൊരു സ്ഥലത്ത് ഇമാം മുസ്ലിം റഹ്മഹുല്ലാ അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു, ഹഫിൽതു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസൻ ലൻ അൻസ, അള്ളാഹുവിന്റെ റസൂൽ ഞാൻ ഹദീസ് മനഃപ്പാഠമാക്കിയിട്ടുണ്ട്, ഒരിക്കലും ഞാനത് മറക്കുകയില്ല. ഇതുവരെ ഞാൻ ലം അൻസഹു ബഅദ്, ഇതുവരെ ഞാനതിനെ മറന്നിട്ടില്ല. ലം അൻസഹു ബഅദു, ഇതുവരെ ഞാൻ അതിനെക്കുറിച്ച് മറന്നിട്ടില്ല. സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു. ഇന്ന അവ്വലൽ ആയാതി ഖുറൂജൻ തുലൂഉ ശംസി മിൻ മഗ്രിബിഹാ വഖുറൂജു ദാബത്തി അലൻ നാസി ളുഹാ. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ആദ്യത്തേത് എന്നാണ് ഈ റിവായത്തിൽ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇത് ആദ്യത്തേതല്ല. എന്തുകൊണ്ട് ഇവിടെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ആദ്യത്തേത് എന്ന് പറഞ്ഞു? ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ആദ്യത്തേത് സൂര്യൻ പടിഞ്ഞാറിന് ഉദിക്കലാണ്. പിന്നെ ദാബത്തുൽ അർദി എന്ന് പറയുന്നൊരു മൃഗം ളുഹാ സമയത്ത്, പ്രഭാത സമയത്ത് ആളുകളുടെ അടുത്തേക്ക് പ്രത്യക്ഷത്തിൽ വരിക എന്നുള്ളതാണ്. ഇതിൽപ്പെട്ട ഏതാണ് ആദ്യം വന്നു? ദാബത്തുൽ അർദ് ആദ്യം വന്നാൽ ആ ഉടനെ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കലുണ്ടാകും. സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കലാണ് ആദ്യം വന്നു, ആ ഉടനെ ദാബത്തുൽ അർദ് പുറപ്പെടുക എന്നുള്ളതുണ്ടാകും. അപ്പൊ എന്തുകൊണ്ട് ആദ്യത്തേത് എന്ന് പറഞ്ഞു? ആദ്യത്തേത് എന്ന് പറഞ്ഞാൽ ഈസാ നബി ഇറങ്ങി വരല്, ദജ്ജാല്, യഅജൂജ് മഅജൂജ് മുഴുവനും മനുഷ്യന്മാരെന്നെ. മനുഷ്യന്മാർക്ക് അനുഭവം പരിചയമുള്ള പരീക്ഷണങ്ങളും അടയാളങ്ങളാണ്. ഈ പറയുന്ന സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുക എന്ന് പറയുന്നത് ഈ സൂര്യന്റെ സഞ്ചാരത്തിന്റെ തുടക്കം മുതൽ അതുവരെ മനുഷ്യരായ ആളുകൾക്കാർക്കും അനുഭവമില്ലാത്തൊരടയാളമാണ്. ഈ ലോകം അവസാനിക്കുക തന്നെയാണ് എന്നുള്ളൊരു കൃത്യമായ, അതിന്റെ മുമ്പ് പരിചയവും കേൾവിയും ഇല്ലാത്തൊരടയാളം. അതുകൊണ്ട് ഏറ്റവും ആദ്യത്തേത് എന്ന് പറഞ്ഞു. ദാബത്തുൽ അർദ് എന്ന് പറഞ്ഞതിന്റെ സ്ഥിതിയും അത് തന്നെയാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ജീവി മനുഷ്യരോട് സംസാരിക്കുക, അവരെ മുഅ്മിനെ വേറെയും കുഫാറുകളെ വേറെയുമായിട്ട് ഐറ്റം തിരിച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്ന ഈ സംഭവം, അത് ഖിയാമത്ത് നാളിന്റെ ഏറ്റവും അടയാളങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ആദ്യത്തേത് എന്ന് എണ്ണാൻ പറ്റുന്ന ആ രൂപത്തിൽ ഉള്ളത് തന്നെയാണ് എന്നാണ്. അതുകൊണ്ടാണ് അവ്വല് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞത്. സൂര്യൻ സഞ്ചരിക്കും, അതേപോലെ തന്നെ ഭൂമി സഞ്ചരിക്കുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ പരിശുദ്ധമായ ഖുർആനിന്റെ ആയാത്തുകളിൽ നിന്ന്, അതേപോലെ ഹദീസുകളുടെ വാക്കുകളിൽ നിന്ന് സ്ഥിരപ്പെട്ട കാര്യങ്ങളാണ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്ത് ശാസ്ത്രം സയൻസും പഠിപ്പിച്ചു തരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അധ്യാപകരായ ആളുകൾ ഭൂഗോളത്തിന്റെ ചെറിയ ആ ഗോളം അതവർ കൊണ്ടുവരികയും അത് ഒരു സ്ഥലത്ത് അത് മേശമ്മൽ വെച്ചിട്ട് ഒരു മെഴുകുതിരി കത്തിച്ചിട്ട് ഒരു സ്ഥലത്ത് വെച്ചിട്ട് പറയും, ഇത് സൂര്യനാണ്, ഇളകാതെ അനങ്ങാതെ നിൽക്കുന്നു. ഈ പറയുന്ന ഭൂമി ഇങ്ങനെ സഞ്ചരിക്കുന്നതിനനുസരിച്ച് ഇവിടെ ഇന്ത്യ, ഇവിടെ ഇപ്പോൾ പ്രകാശം പകൽ സമയമാണ്.
ഈ ഭാഗത്ത് അമേരിക്ക, അവർക്ക് പ്രകാശമില്ല. അങ്ങനെ ഭൂമി ഇങ്ങനെ സഞ്ചരിച്ചിട്ട് അമേരിക്കന്റെ ആ ചിത്രം കാണുന്ന ഭാഗത്തെത്തിയാൽ അവിടെ സൂര്യപ്രകാശം എത്തി, അവർക്ക് പകലാണ്, നമുക്ക് ആ സമയത്ത് ഇരുട്ടാണ്, രാത്രിയാണ് എന്ന്. അത് പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞ ആയാത്തുകൾക്ക് കടുക വിരുദ്ധമാണ്. മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന പേരുള്ള അധ്യാപകർ യാതൊരു കൂശലുമില്ലെങ്കിൽ, അതല്ലെങ്കിൽ കുട്ടികൾക്കത് തിരുത്തി പറഞ്ഞു കൊടുക്കാതെ ഈ പറയുന്ന അധ്യാപനങ്ങൾ അവർ പറഞ്ഞിരുന്നു. സൂര്യൻ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്, അതിന് ചലനമില്ല, ഭൂമിയാണ് കറങ്ങുന്നത് എന്ന്. ആ കാലത്ത് അവരങ്ങനെ പറഞ്ഞു നടന്നു. ഇപ്പം എന്താണ് അവർ മാറ്റിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയുകയില്ല. ഏതാണെങ്കിലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ അനുസരിച്ച് പരിശുദ്ധ ഖുർആനും സുന്നത്തിൽ വന്ന കാര്യങ്ങൾ, അധ്യാപനങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ ഭൂമിയും ആകാശവും അത് സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ മേലാണ് തെളിവുകൾ നമുക്ക് നൽകുന്നത്. സൂറത്ത് യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വആയത്തുൽ ലഹുമുൽ അർളൽ മൈതത അഹ്യൈന എന്ന് പറഞ്ഞ ഭൂമിയെക്കുറിച്ച് പറയുന്നു. പിന്നെ വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹ, സൂര്യൻ അതിനല്ലാഹു നിശ്ചയിച്ച ആ പാതയിൽ കൂടെ ആ ലക്ഷ്യസ്ഥാനത്തിലേക്ക് അത് സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന്റെ ശേഷം വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം, ചന്ദ്രന് അതിന് ഓരോ ദിവസങ്ങളിലും അതങ്ങനെ വികസിച്ചു വന്ന് 15ന്റെ ശേഷം 14ന്റെ ശേഷം അത് കുറഞ്ഞു വരുന്ന ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിന്റെ ശേഷം ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുന്നു കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കുല്ലുൻ എന്ന് പറയുന്ന ആ വാക്കിൽ ആദ്യം ഭൂമിയെക്കുറിച്ച് പറഞ്ഞു, പിന്നെ സൂര്യനെക്കുറിച്ച് പറഞ്ഞു, പിന്നെ ചന്ദ്രനെ കുറിച്ച് പറഞ്ഞതിന്റെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, എല്ലാം അതിന്റെ സഞ്ചാരപാതയിൽ ചക്രവാളത്തിൽ കൂടെ അത് നീന്തിക്കൊണ്ടിരിക്കുന്നു. യസ്ബഹൂൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചത് സൂറത്ത് യാസീനിൽ. അതേപോലെ തന്നെ വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹ, അവിടെ തജ്രീ നടക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചത്. സൂര്യന്റെ ഈ പറയുന്ന ഗോളങ്ങളുടെ സഞ്ചാരങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അത് നടക്കുക എന്ന് പറയുന്ന നേർക്ക് നേരെ പോകുന്നതിന് പകരം മത്സ്യങ്ങൾ വെള്ളത്തിൽ കൂടെ നീന്തുന്നത് പോലെ വളഞ്ഞു പൊളഞ്ഞുകൊണ്ടാണ് ഇത് സഞ്ചരിക്കുന്നത് എന്ന് ആധുനികരായ ആളുകൾ ഈ പറയുന്ന നിരീക്ഷണ പരീക്ഷണങ്ങളിൽ കൂടെ അത് കണ്ടുപിടിച്ചു എന്ന് പറയുന്നു. അവരതങ്ങനെ കണ്ടുപിടിച്ചാലും ഇല്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നീന്തുക എന്ന് പറയുന്ന ആ പ്രയോഗമാണ്. നീന്തുമ്പോൾ നേർക്ക് നേരെ പോകുന്നതിനും വളഞ്ഞും പൊളഞ്ഞുമായിരിക്കും പോകുന്ന ആ രൂപമാണ് ഈ പറയുന്ന ഗോളങ്ങളെക്കുറിച്ച്, ഈ പറയുന്ന മഖ്ലൂഖാത്തുകളുടെ സഞ്ചാരത്തെക്കുറിച്ച് പറഞ്ഞത്. അതേപോലെ സൂര്യനെക്കുറിച്ച് തദൂറു, അത് കറങ്ങുക എന്നുള്ളതല്ല പറഞ്ഞത്. കറങ്ങുക എന്ന് പറഞ്ഞാൽ ചക്രങ്ങൾ തിരിയുന്നത് പോലെ തിരിയുമെന്ന് പറയുന്നതിന് പകരം വശംസു തജ്രീ, അത് നടക്കുക എന്നാ പറഞ്ഞു. സൂര്യന്റെ സഞ്ചാരം ഇപ്പൊ പുതിയ കണ്ടുപിടുത്തത്തിൽ കൂടെ അവർ പറയുന്നു അതിങ്ങനെ താന്നും പൊന്തിയും ഒരാൾ നടക്കുമ്പോൾ, പ്രത്യേകിച്ച് കുതിരകളൊക്കെ നടക്കുന്നത് പോലത്തെ ആ ഒരു രീതിയിലാണ് സൂര്യൻ അതിന്റെ ചക്രവാളത്തിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അല്പം താന്ന് അല്പം പൊങ്ങി, അല്പം താന്ന് അല്പം പൊങ്ങി, അങ്ങനെയാണ്. അതല്ലാതെ ചക്രം കറങ്ങുന്നത് പോലെ അത് കൃത്യമായി ഒരേ അച്ചുതണ്ടിൽ കറങ്ങുകയല്ല എന്നുള്ളത്. ഏതാണെങ്കിലും ഈ പറയുന്ന ആയാത്തുകളിൽ കൂടെയൊക്കെ സൂര്യനും ഭൂമിയും ചന്ദ്രനും അതൊക്കെ നടക്കുന്നു, സഞ്ചരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അറിയിക്കുന്നത്. മറ്റൊരു കാര്യം, ഭൂമിയുടെ കാര്യം പറയുന്ന സമയത്ത് ഭൂമിയുടെ അവസ്ഥ എന്താണ് ഇന്ന് പല ആളുകളും ചർച്ച ചെയ്യുന്നു. ഈ ഭാഗം ആളുകൾ പറയുന്നു ഭൂമി പരന്ന് വിശാലമായി കടക്കുന്നതാണ്. മറ്റ് ചില ആളുകൾ പറയുന്നു ഭൂമി ഖുറവിയ്യത്തു ശക്ൽ, ഗോള ആകൃതിയിലാണ് എന്ന്. ഈ പറയുന്ന വിഷയത്തിൽ ഭൂമിയിൽ സഞ്ചരിച്ചു നോക്കുന്ന കണ്ടുപിടുത്തങ്ങളും പരീക്ഷണങ്ങളും നോക്കിയാലും അതിനെക്കുറിച്ച് പറഞ്ഞു പഠിപ്പിച്ച് പണ്ഡിതന്മാർ ആ വിഷയത്തിലെടുത്ത നിലപാടുകൾ പരിശോധിച്ച് നോക്കിയാൽ ഭൂമി ഗോള ആകൃതിയിലാണ്. ഗോളം എന്ന് പറഞ്ഞാൽ ഒരു പന്ത് പോലെ കൃത്യമായി എല്ലാ ഭാഗങ്ങളും ഒരുപോലെയായ ഒരു ഗോളത്തിന്റെ ആകൃതിയിലല്ല എങ്കിലും ഏകദേശം ഒരു കോഴിമുട്ട രൂപത്തിലൊക്കെ ചില ഭാഗത്ത് കുറച്ച് വികസിച്ച് ചില ഭാഗങ്ങൾ കുറച്ച് ഇടുങ്ങി കുടുങ്ങി ഈ രൂപത്തിൽ ഖുറവിയ്യത്തു ശക്ൽ എന്ന് പറയുന്നത്. നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു ബാസ് റഹ്മത്തുള്ള, ഷെയ്ഖ് ഉസൈമീൻ, ഷെയ്ഖ് ഫൗസാൻ, ഇബ്നു തൈമിയ്യ പോലത്തെ അഹ്ലുസുന്നയുടെ ആധുനികരും കഴിഞ്ഞുപോയവരുമായ പണ്ഡിതന്മാരൊക്കെ ഈ വിഷയത്തിൽ പറഞ്ഞ കാര്യം അതാണ്. ഇന്ന് ഈ പറയുന്ന ഭൂമിയിൽ നിന്ന് അകന്നുകൊണ്ട് സഞ്ചരിക്കുന്ന യാത്ര ചെയ്യുന്ന നമുക്കും അനുഭവപ്പെടുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. പ്ലെയിനിലൊക്കെ നമ്മൾ പ്രത്യേകിച്ച് പ്രഭാത സമയത്തോ അതല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കാനാകുന്ന സമയത്തിൽ വളരെ വളരെ ഉയർന്ന ആ പ്രദേശത്തുകൂടെ സഞ്ചരിക്കുമ്പോൾ ഈ പറയുന്ന ഖുറവിയ്യത്തു ശക്ൽ, ഗോള ആകൃതിയിലാണ് എന്നുള്ളതിനെ സാധൂകരിക്കുന്ന നിലക്കാണ് നമുക്ക് പോലും അത്
അനുഭവപ്പെടുന്നത്. അത് നേരെ പരന്ന് വിശാലമായ പ്രദേശമായിരുന്നു എന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും, ഭൂമിയുടെ എല്ലാ സ്ഥലത്തും ഒരേപോലെ പകല് ആകുക എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നു. മറ്റ് ചില കാര്യങ്ങൾ ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ അത് കൃത്യമായി പറയുന്നു. ഒരാൾ ജിദ്ദയിൽ നിന്ന് മശ്രിഖ് ഭാഗത്തേക്ക് വളരെ കൃത്യമായ ഒരു പോയിന്റിൽ കൂടെ സഞ്ചരിച്ചാൽ അവന്റെ ആ സഞ്ചാരം മഗ്രിബിന്റെ ഭാഗത്തിൽ കൂടെ ജിദ്ദയിലേക്ക് തിരിച്ചെത്തും. ഇത്ര കൃത്യമായ ആ കാര്യങ്ങൾ പറയുന്നു. അത് തന്നെയാണ് അതിന്റെ സത്യങ്ങളും ആയാത്തുകളിൽ വന്ന ആയത്തുകളിൽ യുകവ്വിറുൽ ലൈല അലൻ നഹാരി വയുകവ്വിറുൻ നഹാറ അലൽ ലൈലി എന്ന് പറയുന്ന രാപ്പകലുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ആ ആയത്തിൽ തക്വീർ എന്ന് പറയുന്ന ഈ പറയുന്ന സാധനം തലയുടെ മുകളിൽ തലപ്പാവ് ചുറ്റിക്കെട്ടുന്നതിനാണ് തക്വീർ എന്ന് പറയുന്ന ഭാഷാപരമായിട്ട് ഉപയോഗിക്കരുത്. ഭാഷാപരമായിട്ട് തലയുടെ മുകളിൽ തുണികൾ കൊണ്ട് ചുറ്റിക്കെട്ടുന്നതിനാണ് തക്വീർ എന്ന് പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല രാപ്പകലുകളെ മാറ്റിമറിക്കുന്നതിന് യുകവ്വിറുൽ ലൈല അലൻ നഹാരി വയുകവ്വിറുൻ നഹാറ അലൽ ലൈലി എന്ന് പറയും. ഈ പറയുന്ന തക്വീർ രാത്രിയെയും ചുരുട്ടി കൊണ്ടുവരുന്നത്, പകലിനെ ചുരുട്ടി കൊണ്ടുവരുന്നത് ഈ റൗണ്ടായ കുറയ ഗോള ആകൃതിയിലുള്ള ഭൂമിയുടെ മുകളിലാകുമ്പോഴേ ഭാഷാപരമായിട്ട് ആ വാക്ക് കൃത്യമാവുകയുള്ളൂ. അതും അതല്ലാത്ത പല ധാരാളം ആയാത്തുകൾ, ചില ആയത്തുകൾ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഭൂമി ഗോള ആകൃതിയിലാണ്, ഭൂമിക്ക് സഞ്ചാരമുണ്ട്, ചന്ദ്രന് സഞ്ചാരമുണ്ട്. ഈ പറയുന്ന ഭൂമിയുടെ സഞ്ചാരങ്ങൾക്ക് അതിശക്തമാണ് എന്നും പറയുന്ന ചില ഉലമാക്കൾ ഉണ്ട്. ഈ സൃഷ്ടികൾ മുഴുവനും അള്ളാഹുവിന്റെ അപാരമായ കഴിവിന്റെ മേൽ അറിയിക്കുന്ന നിലക്ക്, അള്ളാഹുവിന്റെ ശക്തിയുടെ മേൽ, അവന്റെ തദ്ബീറിന്റെ മേൽ അറിയിക്കുന്ന നിലക്കാണ് ഈ സൃഷ്ടികൾ വീണു പോകാതെ, ഈ സംവിധാനങ്ങൾ താറുമാറാകാതെ ഇതിന്റെ മുകളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതും വസിച്ചു കൊണ്ടിരിക്കുന്നതും എന്നുള്ള യാഥാർത്ഥ്യങ്ങളിലേക്ക് സൂചന നൽകുന്ന ആയത്തുകൾ, ഹദീസുകളുണ്ട്. പക്ഷേ എന്നാൽ ഇനി ഒരാള് ഭൂമി അത് ഗോളാകൃതിയിലാണോ അല്ലേ, അത് പരന്നിട്ടാണോ അല്ലേ എന്നുള്ള കാര്യം ഒരാൾക്ക് അറിഞ്ഞില്ല എന്ന് കരുതി അതിൽ കൃത്യമായി ഒരു പോയിന്റിൽ ഒരു അറിവിൽ അവൻ എത്തിയില്ല എന്ന് കരുതി അത് അവന്റെ അഖീദയെയോ അവന്റെ ദീനിനെയോ അവന്റെ വിജയപരാജയത്തിനെ അത് ബാധിക്കുകയില്ല. നമുക്കതറിയൂല എന്നുണ്ടെങ്കിൽ ആ കാര്യത്തിൽ നമ്മൾ മൗനം പാലിച്ചു, അതിനെക്കുറിച്ച് വിശദമായി പഠിക്കാൻ ഒരാൾ പോയില്ല എന്ന് കരുതി അത് അവന്റെ ദീനിനെ, അവന്റെ വിശ്വാസത്തിനെ, അവന്റെ നിർബന്ധമായ ഉത്തരവാദിത്വത്തിനെ അതൊരിക്കലും ബാധിക്കുകയില്ല. പക്ഷേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം എന്നുദ്ദേശമുണ്ടെങ്കിൽ ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ ഇതാണ്, സത്യം ഇതാണ്. കുല്ലും ഫീ ഫലക്കിൻ യസ്ബഹൂൻ എന്ന് പറയുന്ന കുല്ലി എന്ന് പറയുന്ന അറബി വാക്കുകൊണ്ട് തന്നെ സൂര്യൻ, ചന്ദ്രൻ, ഭൂമി അതൊക്കെ സഞ്ചരിക്കുന്നുണ്ട്, അതിനൊക്കെ ഇളക്കം ഉണ്ട് എന്നുള്ളതിന് മേല് അതിന്റെ മേല് അറിയിക്കുന്ന ആയത്തുകളാണ് ഈ പറയുന്നതൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂര്യന്റെ സഞ്ചാരത്തെക്കുറിച്ച് ഈ പറയുന്ന ഹദീസുകളിൽ കൂടെയൊക്കെ പറഞ്ഞതിൽ നിന്നും നമുക്ക് മനസ്സിലായി സൂര്യന് സഞ്ചാരമുണ്ട്, അതിന് സഞ്ചരിക്കുക എന്ന് പറയുന്ന അത് അടങ്ങി ഒരു സ്ഥലത്ത് നിൽക്കുകയല്ല. സയൻസ് എന്ന് പറയുന്ന കാര്യങ്ങൾ കണ്ടുപിടുത്തത്തിന്റെ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്. അവർ 10 വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങളിൽപ്പെട്ട് ഒരുപാട് അതിന്റെ ശേഷം അവർ തിരുത്തിയിട്ടുണ്ട്, അവർ മാറ്റിയിട്ടുണ്ട്. അഹ്ലു സുന്നത്തി വൽ ജമാഅ എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളിൽ പരിശുദ്ധ ഖുർആനിൽ എന്തു വന്നു, ഹദീസിൽ എന്തു വന്നു, സയൻസ് അതിനോട് യോജിച്ചില്ല എന്നുള്ളത് ഒരിക്കലും നമ്മുടെ അഖീദയെ, നമ്മുടെ വിശ്വാസത്തെ, ഈ കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിൽ ഒരിക്കലും തടസ്സമാകാതിരിക്കുകയാണ് വേണ്ടത്. പിന്നെ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഖുറൂജുദ്ദാബ്ബ, ഒരു മൃഗം അപൂർവമായിട്ട്, അതായത് അപരിചിതമായ നിലക്കുള്ള സ്വഭാവ ഗുണങ്ങളോട് കൂടെ ഒരു മൃഗം പുറപ്പെടുക എന്ന് പറയുന്നത്. അതും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇദാ വഖഅൽ ഖൗലു അലൈഹിം അഖ്റജ്നാ ലഹും ദാബ്ബതൻ മിനൽ അർളി തുകല്ലിമുഹും ഇന്നൻ നാസ കാനൂ ബിആയാതിനാ ലാ യൂഖിനൂൻ. അല്ലാഹുവിന്റെ തീരുമാനങ്ങൾ അവന്റെ സൃഷ്ടികളിൽ അത് സംഭവിച്ചു കഴിഞ്ഞു. മുഅ്മിനായ ആളുകളെ ഇനി മുഅ്മിനീങ്ങളാവുകയുള്ളൂ. കുഫാറുകളായ ആളുകളാണെങ്കിൽ അവർ കുഫാറുകളായി കഴിഞ്ഞു പോകും. തെറ്റും പാപം ചെയ്ത ആളുകൾ പശ്ചാത്തപിച്ചിട്ടില്ലെങ്കിൽ ഇനി അതിന് അവസരമില്ല എന്ന് പറയുന്ന അചഞ്ചലമായ തീരുമാനം അത് നടന്നു കഴിഞ്ഞാൽ അഖ്റജ്നാ ലഹും, അവർക്ക് തെളിവ് കൊടുക്കാൻ എന്നോണം, അവർക്ക് ഈ കാര്യം കൃത്യമായി അവർക്ക് വിവരം കൊടുക്കാൻ എന്നോണം അത്രയും കാലം പ്രവാചകന്മാരെയും പണ്ഡിതന്മാരെയും അയച്ചതിന് പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിന് അടുത്ത സമയത്ത് പിന്നെ അയക്കുന്നതൊരു മൃഗത്തെയാണ്. ബുദ്ധിയും തന്റെ ഇടവും കഴിവും പക്വതയും ഒക്കെ തന്ന മനുഷ്യര് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അവർക്ക് വിജയപരാജയങ്ങൾ അത് മനസ്സിലാക്കി തീരുമാനമെടുത്ത് പോകാൻ കഴിയാത്ത നിങ്ങൾക്ക്
അത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ നിങ്ങളിലേറെ നല്ലത് മൃഗമാണ് എന്നുള്ള സൂചനയോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മൃഗത്തെ പറഞ്ഞയക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അറാഫിൽ അല്ലാഹുവിന്റെ ആയത്തുണ്ട്, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. നരകത്തിന് വേണ്ടി നമ്മൾ ഒരുക്കി തയ്യാറാക്കി സൃഷ്ടിച്ചു വച്ചിരിക്കുന്നു ഒരുപാട് മനുഷ്യരെയും ജിന്നുകളെയും. അവരുടെ സ്വഭാവം ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയം നൽകിയിട്ടുണ്ട് ചിന്തിക്കാനും മനസ്സിലാക്കാനും ആലോചിക്കാനും ഉത്ബദ്ധരാവാനും. പക്ഷെ അതുകൊണ്ട് ഉപയോഗപ്പെടുത്തി കാര്യങ്ങൾ അവർ കൃത്യമായി മനസ്സിലാക്കി നല്ലത് തെരഞ്ഞെടുത്ത് സ്വീകരിക്കുകയും ചീത്തയായ കാര്യങ്ങൾ മനസ്സിലാക്കി ഒഴിവാക്കുകയും ചെയ്യണില്ല. ഹൃദയത്തിന്റെ ആവശ്യകത അവരിൽ നടക്കണില്ല, കൊടുത്തതിനനുസരിച്ച് അത് ഉപയോഗപ്പെടുത്തണില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്ക് ചെവികൾ കൊടുത്തിട്ടുണ്ട്, കേൾവി കൊടുത്തിട്ടുണ്ട്, നല്ലത് കേട്ട് മനസ്സിലാക്കി അവർ ഉത്ബുദ്ധരാവുന്നില്ല. അതേപോലെ വലഹും അയ്യുനുൻ ലാ യുബസ്സിറൂന ബിഹാ, കണ്ണുകൾ കൊടുത്തിട്ടുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കി നല്ലവരായി പോകുന്നില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉലൈക കൽ അൻആം, അവരുടെ സ്വഭാവം കന്നുകാലികളെ പോലെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഈ അനുഗ്രഹങ്ങൾ, നിഅമത്തുകൾ സത്യം മനസ്സിലാക്കി അതനുസരിച്ച് സ്വീകരിച്ച് വിജയിച്ച് മുന്നോട്ട് പോകാൻ ഉപയോഗപ്പെടുത്താതെ പോകുന്ന ആളുകൾ ഉലൈക കൽ അൻആം, അവർ കന്നുകാലികളെ പോലെയാണ്. സമൂഹത്തിന്റെ മുന്നിൽ അവർ വലിയ സ്ഥാനക്കാരാണ്, വലിയ അധികാരമുള്ളവരാണ്, പേരും പ്രശസ്തി അംഗീകാരമുള്ളവരാണ്. പക്ഷെ എന്ത് കാര്യം കിട്ടി? ഈ പറയുന്ന നിഅമത്തുകൾ നൽകിയിട്ട് ഈ ഭൂമിയിൽ 10, 60, 70, 80, 100, 110, 120, 102, 101 കൊല്ലങ്ങൾ ജീവിച്ചിട്ട് കൃത്യമായി വിജയപരാജയങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് നേടിയെടുക്കാൻ ഒരു വ്യക്തിക്ക് കഴിഞ്ഞില്ലെങ്കിൽ അവൻ ഈ ലോകത്തിൽ നിന്ന് കാഫിറും മുശ്രിക്കുമായി പണി കഴിഞ്ഞ് ലോകത്ത് നിന്ന് പോയിരുന്നുണ്ടെങ്കിൽ കാലാകാലം അവന്റെ പരാജയമാണ്. ഉലൈക കൽ അൻആം, അവർ കന്നുകാലികളെ പോലെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിട്ട് പറഞ്ഞു ബൽഹും അളൽ, ഈ മൃഗങ്ങളിലേറെ വഴികെട്ടവരാണ് ഇറ്റങ്ങൾ, മൃഗങ്ങളിലേറെ വഴി പയച്ചവരാണ്. ഇത്തരം സൗകര്യങ്ങളും ബുദ്ധിയും തന്റേടും പക്വതയൊക്കെ കൊടുത്തിട്ട് അത് ഉപയോഗപ്പെടുത്തി വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്ത് നേടാൻ കഴിഞ്ഞ മനുഷ്യന്? ഒരു മുറുക്ക് വെള്ളം അവന് ലഭിക്കുകയില്ല, ഒരു മുറുക്ക് വെള്ളം, ഒരു സ്വസ്ഥത പിന്നീട് ആ വ്യക്തിക്കില്ല. തിരിച്ചു വരാനൊരവസരം പിന്നെ അവന്റെ ജീവിതത്തിലില്ല, തിരിച്ചു വരാൻ. മുശ്രിക്കാണ്, കാഫിറാണെങ്കിൽ. അപ്പൊ ഈ പറയുന്ന മനുഷ്യർ അങ്ങനത്തെ അവസ്ഥയിലായ സ്ഥിതിയിൽ അവരോട് സംസാരിക്കാൻ വേണ്ടി അല്ലാഹു അഖ്റജനാ ലഹും ദാബത്തൻ മിനൽ അർദ്, ഭൂമിയിൽ നിന്നുള്ള ഒരു മൃഗത്തെ നാം അവരിലേക്ക് പുറപ്പെടുവിക്കും. തുകല്ലിമുഹും, ആ മൃഗം എന്നിട്ട് അവരോട് സംസാരിക്കും. ഇന്നന്നാസ കാനൂ ബിആയാതിനാ ലാ യൂഖിനൂൻ, വിശ്വസിച്ചിട്ടില്ലട്ടോ, ഇന്നോരിന്നോലൊക്കെ കുഫാറുകളെ ഇനി നടക്കൂലട്ടോ എന്നുള്ള വിവരം കൃത്യമായി കൊടുക്കുകയും അവരുടെ മുഖത്ത് അടയാളപ്പെടുത്തുകയും ചെയ്യും. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഫഹാദിഹി ദാബത്തു തഖ്റുജു ഫീ ആഖിരിസ് സമാൻ, ഖിയാമത്ത് നാളിനോട് അടുത്ത സമയത്താണ് ഈ മൃഗം പുറപ്പെടുക. ഇന്ദ ഫസാദിന്നാസ്, ആളുകളൊക്കെ ചീത്തയായ ആ സമയത്ത്. വതർക്കിഹിം അവാമിറല്ലാഹ്, അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് അവർ ഒഴിവാക്കി. വതബ്ദീലിഹിമുദ്ദീന അൽ ഹഖ്, ശരിയായ ദീനൊക്കെ മാറ്റിമറിച്ച് ഏറ്റവും ഫസാദും കുഴപ്പങ്ങളും നാശങ്ങളും. അപ്പൊ യുഖ്രിജുല്ലാഹു ലഹും ദാബത്തൻ മിനൽ അർദ്, ഭൂമിയിൽ നിന്നുള്ള ഒരു ജീവിനെ അല്ലാഹു അവരിലേക്ക് പുറപ്പെടുവിക്കും. ആ ജീവി എവിടെ നിന്നാണ് പുറപ്പെടുക എന്ന് പറയുന്ന ചില അസറുകളിലൊക്കെ അതിനെക്കുറിച്ച് വന്നത് ചിലത് കാണാൻ കഴിയും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇബ്നു അബി ഹാത്തിം റഹിമഹുള്ള പറഞ്ഞ ഒരു അസറിൽ പറയുന്നത്, അത് അത്യാവശ്യം വലിയ വലിപ്പമുള്ളൊരു ജീവിയായിരിക്കും, പല വർണ്ണങ്ങളും നിറങ്ങളും അതിന്റെ ശരീരത്തിലുണ്ടാകും. മാ ബൈന ഖർനൈഹാ ഫർസഖുൻ ലിറാക്കിബ്, അതിന്റെ രണ്ട് കൊമ്പിന്റെ ഇടയിൽ ഒരു ഫർസഖ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വൈദൂരമുണ്ടാകും. അങ്ങനത്തെ അജാനുബാഹുവായ ഒരു ജീവനെയാണ് അള്ളാഹു പുറത്തേക്ക് കൊണ്ടുവരാൻ. അദ്ദേഹം അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതിന് കൊമ്പുണ്ടാകും, ആ മൃഗത്തിന് തൂവലുണ്ടാകും, അതിന് വാല് എന്ന് പറയുന്നത് ഉണ്ടാകൂല. ഇങ്ങനത്തെ ചില കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ സഹിഹായ ഹദീസുകളിൽ കൂടെ അതിനെക്കുറിച്ച് പറഞ്ഞ് വിശദീകരിക്കുന്ന പ്രത്യേകിച്ച് വേറെ ഒന്നും വന്നതായിട്ട് ഇല്ല എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞു, ബാദിറു ബിൽ അമാലി സിത്തൻ, 6 അടയാളങ്ങൾ നിങ്ങൾക്ക് വരുന്നതിന്റെ മുമ്പ് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നേറുവീൻ. ഇതാണ് നമുക്ക് ഈ പറയുന്ന ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളും കാര്യങ്ങളും കേൾക്കുമ്പോൾ, അത് പഠിക്കുമ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്. 6 കാര്യങ്ങൾ നിങ്ങൾക്ക് വരുന്നതിന്റെ മുമ്പ് സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നേറി രക്ഷപ്പെടാനുള്ള വഴി നമ്മൾ കണ്ടെത്തണം. തുലൂഉ ശംസി മിൻ മഗ്രിബിഹ, സൂര്യൻ പടിഞ്ഞാറുന്ന് ഉദിക്കുക. അതേപോലെ തന്നെ മുകളിൽ പറഞ്ഞതുപോലെ പുക പ്രത്യക്ഷപ്പെടുക. ദജ്ജാല്, ദാബത്തുൽ അർദ് എന്ന് പറയുന്ന ഈ ജീവി പ്രത്യക്ഷപ്പെടുക. ഔ ഖാസത്തി അഹദിക്കും ഔ അംരിൽ ആമ,
അതല്ലെങ്കിൽ സ്വന്തം കാര്യമെന്ന് പറഞ്ഞതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു മരണം നമ്മെ പിടികൂടുക. ഇതൊന്നും വരുന്നതിന്റെ മുമ്പ് ഒരു പക്ഷെ മരണം നമ്മെ പിടികൂടും. അമ്രുൽ ആമ്മ എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ, അതല്ലെങ്കിൽ എല്ലാവരെയും തകർക്കുന്ന നശിപ്പിക്കുന്ന പൊതുവായ വലിയ വിപത്തുകൾ, ഫിത്തനകൾ, അത് വരുന്നതിന്റെ മുമ്പ് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നേറണം, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നേറണം എന്ന് പറഞ്ഞു. ഇമാം സാദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇദാ വഖഅ അലന്നാസി അൽ ഖൗലുല്ലദീ ഹതമഹുല്ലാഹു വഫറലഹു വഖ്തഹു, അള്ളാഹു തീരുമാനിച്ച ഇന്നവർ മുഅ്മിനീങ്ങളാണ്, ഇന്നവർ കുഫാറുകളാണ് എന്ന് അള്ളാഹുവിന്റെ അചഞ്ചലമായ തീരുമാനം അത് സംഭവിച്ചു കഴിയുമ്പോൾ ഈ പറയുന്ന മൃഗം ഭൂമിയിലേക്ക് അത് വരും. അത് ഭൂമിയിൽ നിന്നാണ് പുറപ്പെടുക, ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതല്ല. അങ്ങനെ ആ മൃഗം തുകല്ലിമുഹും, ആളുകളോട് സംസാരിക്കും. അന്നന്നാസ കാനൂ ബി ആയാത്തിനാ ലാ യൂഖിൻ, ആളുകളൊന്നും വിശ്വസിക്കാത്തത് കൊണ്ട് അള്ളാഹുവിന്റെ കൃത്യമായ രേഖയും തെളിവും സൃഷ്ടികളായ ആളുകളിൽ അത് കാണിക്കാൻ വേണ്ടിയിട്ട്, ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ തീരുമാനം എന്നുള്ള ഈ ലോകം അവസാനിക്കാൻ പോവുകയാണ്, കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്, ഇനി നിങ്ങളുടെ ഈമാനും വിശ്വാസം തോബിൻ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ജീവിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയക്കും. ഈ പറയുന്ന ജീവിയെ പറഞ്ഞയക്കും. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നാസിറുദ്ദീൻ അൽബാനിക്ക് സഹീഹാണ് എന്ന് പറഞ്ഞ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഖ്റുജു ദാബ, ഈ മൃഗം ഖിയാമത്ത് നാളിനോട് അടുത്ത സമയത്ത് പുറപ്പെടും. അങ്ങനെ ആളുകളുടെ മൂക്കിൽ ഇത് പ്രത്യേകമായ ഒരു അടയാളം വെക്കും. തുമ്മ യുഅമ്മറൂന ഫീക്കും, ആ അടയാളം വെക്കപ്പെട്ട ആളുകൾ പിന്നും കാലം ജീവിക്കും. ഹത്താ യശ്തരി അർറജുലു അൽ ബഈർ, ഒരു മനുഷ്യൻ ഒരു ഒട്ടകത്തിനെ പോയിട്ട് വാങ്ങിയിട്ട് ആരിടത്തുനിന്നാണോ വാങ്ങി എന്ന് ചോദിച്ചാൽ, ആരിടത്തുനിന്നാണോ ഒട്ടകത്തിനെ വാങ്ങി എന്ന് ചോദിച്ചാൽ വാങ്ങിയ ആൾ പറയും വിറ്റ ആളെ കുറിച്ച്, ഇഷ്തറൈതുഹു മിൻ അഹദിൽ മുഖത്തമീൻ, ആ സീൽ വെക്കപ്പെട്ട, മുഅ്മിനാണെങ്കിൽ മുഅ്മിൻ എന്നുള്ള പേരിൽ, കാഫിറാണെങ്കിൽ കാഫിർ എന്ന പേരിൽ മൂക്കിന് സീൽ വെക്കപ്പെട്ട അവന്റെ അടുത്തുനിന്നാണ് വാങ്ങി എന്ന് പറയും. അവന്റെ അടുത്തുനിന്നാണ് വാങ്ങി എന്ന് പറയും. നാസിറുദ്ദീൻ അൽബാനി സഹീഹാണി എന്ന് പറഞ്ഞ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണിത്, സഹീഹാണി എന്ന് പറയുന്നു. ഈ പറയുന്ന ജീവി തഖ്റുജു വതജൂബുൽ അർള കുല്ലഹാ, ഭൂമിയിൽ നിന്നത് പുറപ്പെടും, ഭൂമിയിൽ ജനവാസമുള്ള സ്ഥലങ്ങളിലൊക്കെ അതെത്തും. തുഫരിഖു ഹാദിഹി ദാബത്തു ബൈനൽ മുഅ്മിനീൻ വൽ കുഫാർ, സത്യവിശ്വാസികൾ ഇന്നവരാണ് എന്ന് സീൽ വെച്ച് അടയാളം വെച്ച് വിടും. അത് കുഫാറുകൾ ഇന്നവരാണ് എന്ന് സീൽ വെച്ച് അടയാളം വെച്ച് വിടും. അങ്ങനെ മുഅ്മിനായിട്ട് അവനും മറ്റുള്ള ആളുകൾക്കും അറിയും, കുഫാറുകളായിട്ട് അവനും മറ്റുള്ള ആളുകൾക്കും അറിയും. മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ അവന്റെ മുഖം ഈ സീൽ കാരണം പ്രകാശിക്കുന്നതായിരിക്കും. കുഫാറുകളാണെങ്കിൽ അവരുടെ മുഖം കറുത്തിരുണ്ട് അവർക്ക് പോലും പേടിപ്പെടുന്ന രൂപത്തിലായിരിക്കും. അതുകൊണ്ട് ഈ പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എവിടെ വെച്ചാണിത് പുറപ്പെടുക എന്നുള്ളത് ചില റിവായത്തുകളിൽ കൂടെ വന്നതുണ്ട്. സഫാ പർവ്വതത്തിന്റെ താഴ്ഭാഗത്തിൽ നിന്ന് മക്കയിലാണത് പുറപ്പെടുക. സഫാ പർവ്വതത്തിന്റെ താഴ്ഭാഗത്തിൽ മക്കയിൽ വെച്ചാണത് പുറപ്പെടുക. അതല്ല, മസ്ജിദുൽ ഹറാമിൽ വെച്ച് തന്നെയാണ് ഇത് പുറപ്പെടുക. ഇമാമ് ജുമാ നിസ്കരിക്കാൻ വേണ്ടി ആളുകളെ സഫാക്കി നിയന്ത്രിച്ച് ശരിയാക്കി നിൽക്കുന്ന സമയത്ത് മസ്ജിദുൽ ഹറാമിൽ നിന്നൊരു ഭാഗത്തിൽ നിന്നാണ് ഈ പറയുന്ന മൃഗം പുറപ്പെടുക എന്ന് പറയുന്ന ചില റിവായത്തുകളൊക്കെ വന്നത് കാണാൻ കഴിയും. ഖുർത്തുബി റഹ്മഹുല്ല പറഞ്ഞു, അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ടായിക്കൊണ്ട് മക്കയിലുള്ള സഫാ പർവ്വതത്തിന്റെ താഴ്ഭാഗത്തുനിന്ന് അവിടെ ഒരു ഇളക്കും, അവരൊരു പൊട്ടിപ്പിളരലും, അങ്ങനെ അവിടെ വെച്ച് ഈ മൃഗം പുറപ്പെടുകയും ചെയ്യും. ഞാനിനെ വേണമെങ്കിൽ പ്രവാചകൻ എനിക്ക് പറഞ്ഞു തന്ന ആ സ്ഥലം ഞാൻ എനിക്ക് കാണിച്ചു തരാ എന്ന് അദ്ദേഹം താബികളോട് പറഞ്ഞ റിവായത്തുകൾ, അസറുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. സിദ്ദീഖ് ഹസൻ ഖാൻ, ഇന്ത്യക്കാരനായിരുന്ന മഹാനായ ഹദീസ് പണ്ഡിതൻ, ഈ ഭാഗങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ദാബത്തുൽ അർദിന് 3 പ്രാവശ്യം ഭൂമിയിലേക്ക് വരുന്ന അവസ്ഥയുണ്ട്. പല റിവായത്തുകളും പരിശോധിച്ച് നോക്കിയപ്പോൾ നമുക്ക് അങ്ങനെയാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. സിദ്ദീഖ് ഹസൻ ഖാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നമ്മുടെ ഇന്ത്യക്കാരനായിരുന്ന പിന്നെ യു പി ഉത്തരേന്ത്യൻ ആ ഭാഗത്തിന് മഹാനായ ഹദീസ് പണ്ഡിതനാണ്. നാസിറുദ്ദീൻ അൽബാനിയൊക്കെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളെക്കുറിച്ച് പലപ്പോഴും പരാമർശിക്കലുണ്ട് താനും. അദ്ദേഹം പറഞ്ഞത്, ദാബത്തുൽ അർള് ഗ്രാമത്തിൽ നിന്ന്, അയറാബികളായ ആളുകളുടെ ഉൾപ്രദേശത്തിൽ നിന്ന് ഒരിക്കലത് പുറപ്പെടും. പിന്നെ അത് ആളുകളുടെ കണ്ണിൽ നിന്ന് മറയും. പിന്നെ അതിന്റെ ശേഷം തിഹാമ എന്ന് പറയുന്ന ആ ഭാഗത്തിൽ നിന്ന്, ഏകദേശം റിയാദിന്റെ ഭാഗമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ ഭാഗത്തിൽ നിന്ന് പുറപ്പെടും. അതിന്റെ ശേഷം പിന്നെ അത് മക്കയുടെ പിൻഭാഗം എന്നാണ്. തിഹാമ യമനിന്റെ റിയാദിന്റെ ഏകദേശ ഭാഗം.
അവസാന പ്രാവശ്യമാണ് മസ്ജിദുൽ ഹറാമിൽ നിന്നോ അതല്ലെങ്കിൽ മക്കയിലുള്ള സഫാ പർവ്വതത്തിന്റെ താഴ്ഭാഗത്തിൽ നിന്ന് പുറപ്പെടുക. ഇങ്ങനെയാണ് അതിനെക്കുറിച്ച് വന്ന റിവായത്തുകൾ, അസറുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അല്ലാഹു ആലം. ഏതാണെങ്കിലും കാര്യങ്ങൾ കൊഴിഞ്ഞു മറിയുകയും സംവിധാനങ്ങളൊക്കെ താറുമാറാവുകയും മനുഷ്യരായ സൃഷ്ടികളായ ആളുകൾ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ അള്ളാഹു അവരെ സൃഷ്ടിച്ചത് അതിന് വിരുദ്ധമായി ഇവിടെ ജീവിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സംവിധാനങ്ങളെ തകർത്ത് തരിപ്പണമാക്കി ഈ ലോകത്തെ നശിപ്പിക്കും എന്നുള്ളതാണ്. ആ ഖിയാമത്ത് നാൾ അടുത്ത സമയത്ത് ഉണ്ടാകുന്ന പല കാര്യങ്ങൾ, ആളുകളുടെ സ്വഭാവങ്ങൾ, ഇവിടുത്തെ സംവിധാനങ്ങൾ, അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. സയഅതി അലന്നാസി സനവാത്തുൻ ഖദ്ദാആത്തുൻ, വഞ്ചന നിറഞ്ഞ ചില വർഷങ്ങൾ ആളുകൾക്ക് വരാനിരിക്കുന്നു. വഞ്ചന അൽബാനി റഹ്മത്തുള്ളാഹി സഹിയാക്കിയതാണ്. ഇമാം ഹാക്കിമൊക്കെ റിപ്പോർട്ട് ചെയ്ത്, ഇബ്നു മാജയ്ക്ക് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. വഞ്ചന നിറഞ്ഞ ചില വർഷങ്ങൾ ഖിയാമത്ത് നാളിന്റെ മുൻപ് വരാനിരിക്കുന്നു. യുസദ്ദഖു ഫീഹൽ കാദിബ്, കളവ് മാത്രം പറഞ്ഞു നടക്കുന്ന അങ്ങനെ ജീവിക്കുന്ന വ്യക്തികളെ ആളുകൾ അവനെ വിശ്വസിക്കും. അവനാണ് സാദിഖ്, അവനാണ് സത്യം പറയുന്ന ആള് എന്നുള്ള ആ ഒരവസ്ഥയിൽ. വയുക്കദ്ദബു ഫീഹ സ്വാദിഖ്, എന്നാൽ സത്യം പറഞ്ഞു വരുന്ന ആളുകൾ ജനങ്ങൾ കളവാക്കുകയും ചെയ്യും. നേരെ വിരുദ്ധമായ നിലക്ക് കാര്യങ്ങൾ. വയുത്തമനു ഫിഹൽ ഖായിൻ, വിശ്വസ്തനായ വഞ്ചകരായ ആളുകളെ എല്ലാവരും അവരെ വിശ്വസിക്കും. അവരെ വാക്കിന് വിശ്വാസം, അവരുടെ ഇടപാടിന് വിശ്വാസം, യഥാർത്ഥത്തിൽ അവൻ വഞ്ചകനായിരിക്കും. വയുഖവ്വനു ഫിഹൽ അമീൻ, സത്യസന്ധനും വിശ്വസ്തനുമായ ആളുകളെല്ലാവരും ചതിയൻ, വഞ്ചകൻ, കൊള്ളാത്തവൻ എന്ന് പറഞ്ഞ് മുദ്രകുത്തും ചെയ്യും. വയന്തിഖു ഫിഹ അർറുവൈബിള, റുവൈബിളമാരായ ആളുകൾ അന്ന് സമൂഹത്തിന്റെ ഇടയിൽ രംഗത്ത് വന്ന് സംസാരിക്കും. റുവൈബിളമാര്. അപ്പൊ പ്രവാചകനോട് ചോദിച്ചു, റുവൈബിളതു യാ റസൂലല്ലാഹ്, എന്താണ് ഈ റുവൈബിള എന്ന് പറഞ്ഞത് എന്താണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റജുലു താഫിഹു യതകല്ലമു ഫി അംരിൽ ആമ, നിലവാരമില്ലാത്ത ദീനിലും ദുനിയാവിലും സ്വഭാവത്തിലും സംസ്കാരത്തിലും ഒന്നിന് 10 പൈസക്കില്ലാത്ത വ്യക്തികൾ പൊതു കാര്യങ്ങളിൽ നെളിഞ്ഞിരുന്ന് രംഗത്ത് വന്ന് സംസാരിക്കും. ദീന്റെ കാര്യങ്ങളിൽ ഒരു അറിവും ഉണ്ടാവില്ല. താത്തിന്റെ കാര്യത്തിൽ, സൽക്കർമ്മത്തിന്റെ നന്മന്റെ കാര്യത്തിൽ 10 പൈസക്ക് കൊള്ളാത്തവനായിരിക്കും. അങ്ങനത്തെ ആളുകൾ രംഗത്ത് വന്നിട്ട് പൊതു കാര്യങ്ങൾ ഏറ്റെടുത്ത് സംസാരിക്കും. നമ്മുടെ നാടുകളിലൊക്കെ ഈ പറയുന്ന പ്രവചനങ്ങൾ വളരെ വ്യക്തമായി പല മേഖലകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഒന്നിനും കൊള്ളാത്ത ആളുകൾ, ദീനിലും ദുന്യാവിലും കൊള്ളാത്ത ആളുകൾ പൊതു കാര്യങ്ങളിൽ അവര് ദീനിന്റെയും ദുന്യാവിന്റെയും കാര്യങ്ങൾ ഏറ്റെടുത്ത് സംസാരിക്കുമെന്നുള്ള പ്രവചനം. റുവൈബിള എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പറയുന്ന രൂപത്തിലുള്ള ആ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളെ വിശേഷിപ്പിച്ചത്. അതേപോലെ ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റഹിമഹുമുള്ളൊക്കെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൂഷിക്കു അൽ ഫുറാത്തു അൻ യഹ്സിറ അൻ കൻസിൻ മിൻ ദഹബിൻ. ഫുറാത്ത് എന്ന് പറയുന്ന ഇറാഖിൽ സ്ഥിതി ചെയ്യുന്ന ആ നദി, സ്വർണത്തിനാലുള്ള വലിയ ഒരു നദി, സ്വർണത്തിനായുള്ള ഒരു കൂമ്പാരം, ഒരു പർവ്വതം എന്നൊക്കെ മറ്റു റിവായത്തുകളിലുണ്ട്. അത് പുറത്തേക്ക് കാണിക്കും ആള്. അവിടുന്ന് വെള്ളവും മണ്ണും ചെളികളൊക്കെ ഒഴിഞ്ഞ് സ്വർണത്തിനായുള്ള വലിയൊരു പർവ്വതം അത് പുറത്തേക്ക് കാണിക്കും. ഫമൻ ഹളറഹു ഫലാ യഅഖുദു മിൻഹു ശൈഅ, ആരെങ്കിലും ആ പ്രദേശത്തോ അതല്ലെങ്കിൽ ആ സമയത്തോ അവിടെ ഉണ്ട്, എത്തി, കണ്ടു, കിട്ടി, അതിൻ്റെ അടുത്തേക്ക് പോവുകയെ അതിൽ നിന്ന് ഒന്നും എടുക്കാൻ പോകരുതേ. സ്വർണത്തിനാലുള്ള വലിയ പർവ്വതം പ്രത്യക്ഷത്തിലേക്ക് വരും, എടുക്കാൻ പോകരുതേ എന്ന് പറഞ്ഞു. മറ്റൊരു റിവായത്തിൽ പറഞ്ഞു, യഹ്സിറു അൻ ജബലിൻ മിൻ ദഹബിൻ, സ്വർണത്തിന്റെ ഒരു പർവ്വതം ഫുറാത്ത് നദിയിൽ നിന്ന് പ്രത്യക്ഷത്തേക്ക് വരും, അവിടുത്തെ വെള്ളം കാര്യങ്ങൾ ഒഴിവായതിന് ശേഷം. ഇമാം മുസ്ലിം പറഞ്ഞു, ലാ തഖൂമു സഅതു ഹത്താ യഹ്സിറുൽ ഫുറാത്തു അൻ ജബലിൻ മിൻ ദഹബിൻ, സ്വർണത്തിനാലുള്ള ഒരു പർവ്വതം പുറത്തേക്ക് വരും, അത് വെളിവാക്കി ആളുകൾക്ക് കാണിച്ചു കൊടുക്കും. യഖ്തതിലുന്നാസു അലൈഹി, ആളുകൾ അത് ലഭിക്കാൻ വേണ്ടി അവിടെ വെച്ച് യുദ്ധം ചെയ്യും. നമുക്കറിയാം, വെറുതെ എന്തെങ്കിലും കിട്ടുമെന്ന് കാണുകയാണെങ്കിൽ, എവിടെയെങ്കിലും ഫ്രീ ഉണ്ട് എന്ന് കേൾക്കുകയാണെങ്കിൽ ആളുകൾ അവിടെ ചെന്ന് തിരക്കുന്നത് നമുക്കറിയുന്നതാണ്. യഖ്തതിലുന്നാസു അലൈഹി ഫയുഖ്തലു മിൻ കുല്ലി മിഅത്തിൻ തിസ്അത്തുൻ വതിസ്ഊൻ, അങ്ങനെ അവിടെ ഒരുമിച്ച് കൂടി ആളുകൾ ഓരോ 100-ൽ നിന്നും 99 ആളുകൾ കൊല്ലപ്പെടുന്ന അവസ്ഥയായിരിക്കും. അതിശക്തമായ മരണം അവിടെ സംഭവിക്കും, ആക്രമണങ്ങൾ ഉണ്ടാകും. വയഖൂലു കുല്ലു റജുലിൻ മിൻഹും ലഅല്ലി അകൂനു അനല്ലദി അൻജു, ഞാൻ രക്ഷപ്പെട്ടെങ്കിൽ എന്ന് പറയുന്ന പരിതപിക്കുന്ന അവസ്ഥയിൽ അവിടെ ചെന്ന് കൊടുങ്ങും ആളുകൾ. അതുകൊണ്ട് ഇത് കേട്ടു എന്നുണ്ടെങ്കിൽ എടുക്കാനോ പോകാനോ നിൽക്കരുതേ എന്നുള്ള. സമ്പത്ത് എവിടെയും കേട്ടു, സ്വർണത്തിന്റെ പർവ്വതങ്ങൾ കണ്ടു, പുതിയതായ കണ്ടുപിടുത്തങ്ങൾ കണ്ടു, നമ്മളെല്ലാവരും ആവേശത്തോടെ ഉറ്റുനോക്കുന്ന വിഷയങ്ങൾ.
ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഇൽ ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് പറഞ്ഞു, യൂഷിക്കുൽ ഫുറാത്തു അൻ യഹ്സിറ അൻ ജബലിൻ മിൻ ദഹബ്, സ്വർണത്തിന്റെ ഒരു പർവ്വതം. ഫഇദാ സമിഅ ബിഹിൻ നാസ്, ആളുകൾ അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ സാറു ഇലൈഹി, അങ്ങോട്ട് പോകും ആളുകൾ അതിൽ നിന്ന് എടുക്കാനും ലഭിക്കാനും. അപ്പൊ ഫയഖൂലു മൻ ഇൻദഹു, അവിടെ എത്തിയ ആളുകൾ പറയും, ലഇൻ തറകന അന്നാസു യഖുദൂന മിൻഹു, ആളുകൾ അതിൽ നിന്ന് എടുക്കാതെ ഒഴിവാക്കി പോയാൽ ലയുദ്ഹബന്ന ബിഹി കുല്ലി, അത് മുഴുവൻ നമുക്ക് കിട്ടുമായിരുന്നു എന്നുള്ള ആർത്തിയോടെ അതിൻ്റെ അടുത്തേക്ക് ആളുകൾ ചെല്ലും. അങ്ങനെ ഫയഖ്തതിലൂന അലൈഹി, അവിടെ വെച്ച ആളുകൾ കൊല നടക്കും, ഓരോരുത്തർക്കും അതിൽ നിന്ന് ലഭിക്കാൻ വേണ്ടിയിട്ട്. എല്ലാ 199 ആളുകൾ കൊല്ലപ്പെടുന്ന പരിതാപകരമായ അവസ്ഥയുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞു. വേറെ ഒരു ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഖീഉൽ അർളു അഫ്ലാദ കബിദിഹാ അംസാലൽ ഉസ്തുവാനി മിനൽ ദഹബി വൽ ഫിദ്ദത്തി, സ്വർണം അതിന്റെ ഉള്ളിൽ മറച്ചു ഒതുക്കി വെച്ച അതിന്റെ കരളിന്റെ കഷ്ണങ്ങൾ എന്ന് പറയാൻ പറ്റുന്ന സ്വർണത്തിന്റെയും വെള്ളിയുടെയും കൂമ്പാരങ്ങൾ അത് പുറത്തേക്ക് തള്ളും. അങ്ങനെ ഫയജിഉൽ ഖാതിലു, അങ്ങനെ അവിടെ വന്നിട്ട് അതിൽ നിന്ന് എടുക്കാൻ വേണ്ടി ആളുകൾ വരൂല എന്ന് പറയുന്ന ഈ അവസ്ഥകളുണ്ട്. ഫയജിഉൽ ഖാതിലു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഹയ്യ അലസ് സ്വലാത്ത്, ഹയ്യ അലസ് സ്വലാത്ത്, ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഖീഉൽ അർളു അഫ്ലാദ കബിദിഹാ അംസാലൽ ഉസ്തുവാനി മിനൽ ദഹബി വൽ ഫിദ്ദ, വലിയ തൂണുകൾ പോലത്തെ സ്വർണത്തിന്റെ വെള്ളിയുടെ കൂമ്പാരങ്ങൾ ഭൂമി അതിന്റെ പല പ്രദേശങ്ങളിൽ നിന്നും പുറത്തേക്ക് തള്ളും. ഇന്ന് നമ്മൾ പലപ്പോഴും കേൾക്കുന്നുണ്ട്, പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും സ്വർണത്തിന്റെ വലിയ ശേഖരങ്ങൾ കണ്ടെത്തി എന്നൊക്കെ പലരും പറയുന്നത് നമ്മൾ കേൾക്കുകയും കാണുകയും വാർത്തകളിൽ കൂടെ നമ്മൾ അറിയുകയും ചെയ്യുന്നു. അല്ലാഹു ആലം എന്താണ് ഇതിന്റെയൊക്കെ പിന്നിലുള്ളത് എന്നുള്ളത്. ഭൂമി പുറത്തേക്ക് തള്ളും. അങ്ങനെ ഈ പറയുന്ന സ്വർണത്തിന് വേണ്ടി മുമ്പ് കൊള്ളയും കൊലയും നടത്തിയ ആളുകൾ അവിടെ വന്നിട്ട് പറയും, ഈ കാര്യങ്ങൾ കാണും കേൾക്കും, ഈ സ്വർണ്ണൊക്കെ കാണുന്ന സമയത്ത്, വെള്ളി കാണുന്ന സമയത്ത് പറയും, ഫീ ഹാദാ ഖതൽ, ഈ പറയുന്നത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മറ്റുള്ള ആളുകളെ കൊന്നത്. അതേപോലെ കൊള്ളക്കാരായ ആളുകൾ പറയും, ഇതുപോലത്തത് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്റെ കുടുംബബന്ധം മുറിച്ചതും മറ്റുള്ള ആളുകളെ ആക്രമിച്ചതും. വയജി ഉസ്സാരിഖു, അതേമാതിരി കുടുംബബന്ധം മുറിച്ച ആളുകൾ, ഈ കാര്യത്തിലാണ് ഞാൻ എന്റെ കുടുംബബന്ധമൊക്കെ മുറിച്ചത് സമ്പത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. വയജി ഉസ്സാരിഖു, കള്ളന്മാരായ ആളുകൾ പറയും, ഇതിൽ ആണ് എന്റെ കൈ മുറിക്കപ്പെട്ടത്, അങ്ങനത്തെ ശിക്ഷ എനിക്ക് വന്നത്, ഇപ്പം ഇത് കട്ടിട്ടും എടുത്തിട്ടുമാണ് എന്ന് പറഞ്ഞിട്ട്
ثم يدعونه فلا يأخذونه منه شيئا. വേണ്ട, ഇതിന് ആവശ്യമല്ല, അതുപയോഗിക്കാനും അനുഭവിക്കാനും ഇനി അവസരമില്ല എന്ന് പറഞ്ഞ് അവരതിനൊഴിവാക്കും. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫിത്നത്തുൽ അഹ്ലാസ്, ഫിത്നത്തുൽ ദഹ്മാ, ഫിത്നത്തുൽ ദുഹൈമ എന്ന് പറയുന്ന പേരുകളിൽ വിശേഷിപ്പിച്ച പലജാതി കുഴപ്പങ്ങൾ ആളുകളുടെ ഇടയിലുണ്ടാകും. അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് ഇമാം അബൂദാവൂദ് റഹ്മഹുല്ലക്ക് റിപ്പോർട്ട് ചെയ്ത സഹീഹായ അൽബാനിക്ക് സഹീഹാക്കിയ ഹദീസിൽ ഖാല കുന്നാ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുഊദൻ, ഞങ്ങൾ പ്രവാചകന്റെ അടുത്ത് ഒരിക്കൽ ഇരിക്കുകയായിരുന്നു. ഫദക്കറൽ ഫിത്നത, പലജാതി ഫിത്നകളും കുഴപ്പങ്ങളും ഖിയാമത്ത് നാളിനോട് അടുത്ത് വരുന്നതിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു. ഫഅക്സറ ദിക്റഹ, അതിനെക്കുറിച്ച് ധാരാളം പറഞ്ഞു. ഹത്താ ദക്കറ ഫിത്നത്തുൽ അഹ്ലാസ്, ഫിത്നത്തുൽ അഹ്ലാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയി, അവിടുത്തെ സഹാബത്ത് പോയി. ഇതൊക്കെ ഖിയാമത്ത് നാളിനോട് അടുത്ത കാലഘട്ടത്തിൽ വരുന്ന നമുക്ക് പോലും പാഠമാകാൻ വേണ്ടി, അതല്ലെങ്കിൽ പ്രവാചകൻ അന്നത്തെ തന്റെ അനുചരന്മാരെ പറഞ്ഞത് പേടിപ്പിക്കേണ്ട ആവശ്യങ്ങളില്ല. ഒരു നിലക്ക് നമുക്കൊക്കെ ഇതുപോലത്തെ ഫിത്നകളും കുഴപ്പങ്ങളും പലജാതി കാര്യങ്ങളും വരും എന്നുള്ളതിൽ ബോധവാന്മാരാകാൻ വേണ്ടി, ഉത്കണ്ഠപ്പെട്ട് നമ്മൾ അതിൽ ജാഗ്രത പാലിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത സംഭവങ്ങളാണ്. ഫിത്നകളെ കുറിച്ച് പറഞ്ഞു, അതിനെക്കുറിച്ച് ധാരാളം പറഞ്ഞു. അങ്ങനെ അഹ്ലാസിന്റെ ഫിത്ന. അപ്പോ ആ സദസ്സിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് വമാ ഫിത്നത്തുൽ അഹ്ലാസി, എന്താണ് ഫിത്നത്തുൽ അഹ്ലാസ്? അഹ്ലാസ് എന്ന് പറയുന്നത് മൃഗങ്ങളുടെ പുറത്ത് യാത്ര ചെയ്യുന്ന ആളുകൾ അതിന്റെ പുറത്ത് വിരിക്കുന്ന ഒരു സൈസ് തുണിക്കാണ്, ഒരു വസ്ത്രത്തിനാണ് അഹ്ലാസി എന്ന് പറയും. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, ഹിയ ഫിത്നത്തു ഹറബിൻ വ ഹറബ്, ധാരാളം യുദ്ധം, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടലും ആക്രമണങ്ങൾ കൊണ്ട് സ്വസ്ഥതയില്ലാത്ത പലജാതി കുഴപ്പങ്ങളാണ്. പിന്നെ അതിന്റെ ശേഷം സുമ്മ ഫിത്നത്തു സർറ, ആളുകൾക്ക് സന്തോഷമുള്ള സമ്പത്തും ഗനീമത്തും ധാരാളം വരുന്ന മറ്റുള്ള ഫിത്നകൾ ഉണ്ടാകും. ഒന്ന് പരീക്ഷണങ്ങൾ, അതിൽ ക്ഷമ ആവശ്യമുള്ളത്. മറ്റുള്ള പരീക്ഷണം, അതിൽ നന്ദിയും ശുക്റും ആവശ്യമുള്ളത്. അങ്ങനത്തെ ഫിത്നകൾ ഉണ്ടാകും. ദഖലുഹ എന്ന് പറഞ്ഞു, അതല്ല ദഖനുഹ എന്ന് പറഞ്ഞു. അതിൽ ആ ഫിത്നയിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വ്യക്തി ഒരാളാണ്. ആ വ്യക്തി അവൻ പറയുക, മിൻ തഹ്തി ഖദമൈ റജുലിൻ, ഒരു മനുഷ്യന്റെ കാലിന്റെ താഴ്ഭാഗത്തു നിന്നാണ് ആ ഫിത്ന പൊട്ടിപ്പുറപ്പെടുക. അവൻ പറയുക, മിൻ അഹ്ലി ബൈത്തി യസ്ഉമു അന്നഹു മിന്നി, എന്റെ കുടുംബക്കാരനാണ്, എന്നിൽപ്പെട്ടവനാണ് എന്ന് അവൻ വാദിച്ചുകൊണ്ടാണ് ആ ഫിത്നക്ക് തുടക്കം കുറിക്കുക. യഥാർത്ഥത്തിൽ വലൈസ മിന്നി, അവൻ എന്റെ കൂട്ടത്തിൽപ്പെട്ട ആളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരനാണ്, അഹ്ലു ബൈത്താണ് എന്നൊക്കെ പറഞ്ഞ് ഫിത്നയും കുഴപ്പം ഷർറും ശിർക്കും കുഫ്റും ഉണ്ടാക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലൈസ മിന്നി, അവൻ എന്റെ കുടുംബത്തിൽപ്പെട്ട ആളോ എന്റെ ആളോ എന്റെ മൻഹജിൽപ്പെട്ട മാർഗത്തിൽപ്പെട്ട ആളല്ല. ഇന്നമാ വലിയൽ മുത്തഖൂൻ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങൾ മാത്രമാണ് എന്റെ കുടുംബം, എന്റെ ബന്ധം, എന്റെ സഹായികൾ, എന്റെ ബന്ധുക്കൾ എന്ന് പറയുന്നവർ. അങ്ങനെ പിന്നെ ഏതാണെങ്കിൽ ഈ ഫിത്നകളൊക്കെ നടന്നിട്ട് സുമ്മ യസ്തലിഹുന്നാസു അലാ റജുലിൻ കൂരിക്കിൻ അലാ ളിലഇൻ എന്ന് പറഞ്ഞാൽ വളരെ നിലവാരം കുറഞ്ഞ, കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത, നേതൃത്വം ഏറ്റെടുക്കാൻ പ്രാപ്തനല്ലാത്ത ഒരു മനുഷ്യന്റെ നേതൃത്വത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ട് തൽക്കാലം അവർ ഒത്തുതീർപ്പും സുൽഹും നടത്തിയിട്ട് ആ വിഷയങ്ങൾ അവസാനിപ്പിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞു. റജുൽ കൂരിക് ളിലഇ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ മനുഷ്യനെ നേതൃത്വങ്ങൾ ഏറ്റെടുക്കാനോ ആളുകളുടെ കാര്യങ്ങൾ നന്നാക്കാനോ അവരെ മുന്നോട്ട് നല്ല നിലക്ക് നയിക്കാനോ കഴിയാത്ത ആളായിരിക്കും. ഇങ്ങനത്തെ കുഴഞ്ഞു മറിഞ്ഞ തകിടം മറിഞ്ഞ സംവിധാനങ്ങളൊക്കെ താറുമാറായ അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും ഖിയാമത്ത് നാളിനോടടുത്ത സമയത്തുണ്ടാവുക എന്ന്. തുമ്മ ഫിത്നത്തു ദുഹൈമായി, പിന്നെ ദുഹൈമായി എന്ന പേരുള്ള ഒരു ഫിത്ന പ്രവാചകൻ പറഞ്ഞു, ലാ തദഉ അഹദൻ മിൻ ഹാദിഹിൽ ഉമ്മത്തി ഇല്ലാ ലത്വമതുഹു ലത്മ, ഈ ഉമ്മത്തിൽപ്പെട്ട ആര് ജീവിച്ചിരിക്കുന്നെന്ന് ഒരടി അവന് കിട്ടാതെ പോവുകയില്ല ആ ഫിത്നയിൽ നിന്ന്. അതുകൊണ്ടൊരു ദുരിതം, അതുകൊണ്ടൊരു വിഷമം അവന് പിടിപെടാതിരിക്കുകയില്ല. ഫഇദാ ഖീല ഇൻഖതഅത് എന്ന് ഫിത്ന കഴിഞ്ഞു, അത് നിന്നു മുറിഞ്ഞു എന്ന് പറയപ്പെടുമ്പോഴൊക്കെ തമാദത്ത്, വീണ്ടും ആ കുഴപ്പം അത് നീണ്ട് കൂടിക്കൊണ്ടേയിരിക്കും. യുസ്ബിഹു റജുലു ഫീഹാ മുഅ്മിനൻ വയുംസി കാഫിറാ, അങ്ങനത്തെ ഫിത്നകൾ വന്നിട്ട് രാവിലെ ഒരു മനുഷ്യൻ അവൻ മുഅ്മിനായിരിക്കും, ദീനും മൻഹജും അഖീദയും ആദർശമൊക്കെ ഉണ്ടാകും. ഫിത്നകൾ താങ്ങാൻ കഴിയാതെ കുഴപ്പങ്ങളിൽപ്പെട്ട് വൈകുന്നേരമാകുമ്പോഴേക്ക് അവന്റെ ആദർശം തകർന്ന് കാഫിറായിട്ടുണ്ടാകും. ഹത്താ യസീറ അന്നാസു ഇലാ ഫുസ്താത്തി ഈമാൻ ലാ നിഫാഖ ഫീ, ആളുകൾ ഈ ഫിത്നകളിൽ നിന്നിട്ട് കറകളഞ്ഞ് കൃത്യമായി യഥാർത്ഥ മുഅ്മിനീങ്ങൾ ഒരു വിഭാഗമുണ്ടാകും. അവിടെ പിന്നെ കാപട്യമില്ല തന്നെ.
അതേപോലെ വഫുസ്താത്തി നിഫാഖിൻ ലാ ഈമാന ഫീ, കാപട്യമുള്ള ഒരു വിഭാഗം മറുപക്ഷത്തുണ്ടാകും, അവരിൽ ഈമാൻ ഉണ്ടാവുക തന്നെയില്ല, അവരിൽ ഈമാൻ ഉണ്ടാവുക തന്നെയില്ല. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ കുറച്ചു കാലം മുമ്പ് മുസ്ലിമീങ്ങളാണ്, കല്യാണങ്ങളാണ്, ആഘോഷങ്ങളാണ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ പരിഗണിക്കപ്പെടാത്ത എല്ലാവരും എന്നുള്ള ഒരു മുസ്ലിം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ആ ഒരു രീതിയിൽ കാര്യങ്ങൾ പോയിരുന്നു. ഇന്ന് അള്ളാഹുവിന്റെ ഫضل കൊണ്ട് ദീനുള്ളവര്, ആ വേഷമുള്ളവര്, ആ മൻഹജ് വേണ്ടവർ ഒരു ഭാഗത്തും മറ്റുള്ള ആളുകൾ മറ്റൊരു ഭാഗത്തേക്കും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ലേ? അങ്ങനെയല്ലേ കാര്യങ്ങൾ? വിവാഹം കഴിക്കുകയാണെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് ഭർത്താക്കന്മാരാണ്, എനിക്ക് ഈ രൂപത്തിലുള്ളത് വേണ്ട, എനിക്ക് ഇന്നതേ മതി. ആണുങ്ങളാണെങ്കിലും തന്നെ എനിക്ക് അങ്ങനത്തതാണെങ്കിലാണ് ആവശ്യം. മുമ്പ് അങ്ങനെയല്ല, ഏത് കൊടുന്നാലും പറഞ്ഞു നന്നാക്ക, നമുക്ക് കെക്കി നന്നാക്ക എന്ന് പറയുന്നൊരു ഉപദേശങ്ങളുണ്ടായിരുന്നു. പെണ്ണും മണ്ണ് പോലത്തെ സാധനങ്ങൾ നന്നാക്കിയാൽ നന്നാകുമെന്ന് പറയുന്നു. ഇന്നങ്ങനെയല്ല. അതിൻ്റെ ഇടക്ക് തന്നെ ആളുകൾ ഏകദേശം ഇന്ന വഴിക്കുള്ളത് ഇന്നത്, ഇന്ന വഴിക്കുള്ളത് ഇങ്ങനെ, ഈ പറയുന്നൊരു അന്വേഷിക്കലും ഈ ഒരു തെരച്ചിലും ഈ ഒരു ചിന്തിക്കുന്ന അവസ്ഥയിൽ വന്നു. ഖിയാമത്ത് നാളിനോട് അടുത്ത സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾ രണ്ട് രൂപങ്ങൾ, രണ്ട് വിഭാഗങ്ങളായിട്ട് ഇങ്ങോട്ട് മാറും. ഒരു വിഭാഗം ആളുകൾ അവര് ഏറ്റവും കറകളഞ്ഞ ഈമാനിന്റെ ആളുകൾ, അതിൽ കാപട്യമില്ലാത്തവരുണ്ടാകും. മറ്റൊരു വിഭാഗം ആളുകൾ അവരിൽ കാപട്യമുണ്ടാകും, അവരിലൊരു ഈമാനും ഉണ്ടാവുകയുമില്ല. വഫുസ്താത്തു നിഫാഖിൻ ലാ ഈമാന ഫീ ഇദാ കാന ദാകും, അതല്ലെങ്കിൽ ഇദാ കാന ദാലികും ഫന്തളിറു ദജ്ജാല മിനൽ യൗമി ഔ ഗദിൻ. ഇങ്ങനത്തെ അവസ്ഥ വരുമ്പോ ആ ദിവസത്തിലോ അതല്ലെങ്കിൽ പിറ്റേന്നോ നിങ്ങൾക്ക് ദജ്ജാലിനെ പ്രതീക്ഷിക്കാം. കാലം അവസാനത്തിലേക്ക് പോകുമ്പോൾ കൃത്യമായി ഉരുത്തിരിഞ്ഞുകൊണ്ട്, ആളുകൾ വേർതിരിഞ്ഞുകൊണ്ടുള്ള ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞു, പ്രവചിച്ചു, വിവരം തന്നു. ഈ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളും കാര്യങ്ങളും അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളതും നമുക്ക് തയ്യാറെടുക്കാനുള്ളതും ബാദിറു ബിൽ അമാലി സിത്തൻ, അതല്ലെങ്കിൽ അശ്റൻ പോലത്തെ ഈ പറയുന്ന അടയാളങ്ങൾ വരുന്നതിന്റെ മുമ്പ് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറാനും അള്ളാഹുവിനോട് നിരന്തരം സഹായത്തെ തേടാനും പരീക്ഷണങ്ങളിൽ മറഞ്ഞതും വെളിവായതും പ്രത്യക്ഷമായതും മറഞ്ഞു കടക്കുന്നതുമായ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് സഹായത്തെ തേടുക എന്നുള്ളതല്ലാതെ മറ്റ് നമ്മുടെ അടുത്ത് മറ്റ് മാർഗങ്ങളില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ ലോകവും പരലോകവും വിജയിച്ച മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഹദാ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി.